ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിനാൽ അനുഗ്രഹീതമാകുന്ന സുവിശേഷ യോഗങ്ങളുടെ അഞ്ചാമത്തേതും അവസാനത്തേതുമായ നല്ല രാത്രിക്കായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ കർത്താവിൽ ബഹുമാന്യ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ മനോജ് വർഗീസ് അവകൾ, IM ഡയറക്ടർ കർത്താവിൻ്റെ ദാസൻ പ്രിയ റിജി സാറ്, വേദിയിൽ ഉപേക്ഷിച്ചിരിക്കുന്ന കർത്തൃദാസന്മാർ, കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ, എന്നോടൊപ്പമായിരിക്കുന്ന വാത്സല്യ സഹോദരന്മാർ, കർത്താവിൻ്റെ ദാസൻ സോജൻ, പ്രിയ അലക്സ്, ഈ യോഗങ്ങളുടെ എല്ലാം നേതൃത്വം വഹിക്കുന്ന കർത്താവിൽ ബഹുമാന്യ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ പോൾ മോഹൻ അവർകൾ, എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ഇവിടെ നടക്കുന്ന സുവിശേഷ യോഗങ്ങളുടെ അവസാന രാത്രിയിലാണ് ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക ശുശ്രൂഷകൾക്ക് ആരാധനയോടെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ കർത്തൃദാസന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ധാരാളമായി അവരെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. അതനുഭവിക്കുന്നവർ ആ കരമൊന്ന് ഉയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്കും സുവിശേഷത്തിൻ്റെ വ്യാപനത്തിനും വേണ്ടി ദേശത്തിൻ്റെ നടുവിൽ ബഹുമാന്യ കർത്തൃദാസനും സഭയും ഒരു കൂട്ടം ദൈവമക്കളും ഒരുക്കിയ ഈ സുവിശേഷ യോഗങ്ങൾ നിമിത്തം വലിയ ദൈവപ്രവർത്തികൾ ദേശത്തിൻ്റെ നടുവിൽ കർത്താവ് ചെയ്യും. ഈ ആണ്ടിൻ്റെ ആരംഭത്തിൽ ദൈവം അത് ഒരുക്കുന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആത്മാവിൽ അത് പ്രതീക്ഷിക്കുകയും ഈ ദിവസങ്ങളിൽ അത് പ്രാപിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരുടെ കണ്ണിൻ്റെ മുമ്പിൽ കയ്യെത്താവുന്ന ദൂരത്തും ദൈവം അത് ചെയ്യാൻ പോകുകയാണ്. ഏതെങ്കിലും ഭൗതികമായിരിക്കുന്ന കാര്യങ്ങളുടെ നിവർത്തിക്ക് വേണ്ടിയല്ല ഇത്രയും ബദ്ധപ്പാടുകൾ സഹിച്ച് ഈ യോഗങ്ങൾ ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളതെന്ന് നമുക്ക് ആത്മാർത്ഥമായി അറിയാം. ഈ യോഗങ്ങൾ 5 ദിവസം ഇവിടെ ക്രമീകരിച്ചത് ഈ ദേശത്തിൻ്റെ ആത്മീക വിടുതലിന് വേണ്ടിയാണ്, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്, ദൈവത്തിൻ്റെ പ്രവൃത്തി ഈ ദേശത്ത് കാണാൻ വേണ്ടിയാണ് ഇവിടെ ഈ യോഗം ക്രമീകരിച്ചതെങ്കിൽ അതിൻ്റെ നിലകളിൽ ദൈവപ്രവർത്തികൾ ആത്മാവിൽ ദൈവത്തിൻ്റെ ജനം ഇവിടെ കണ്ടിരിക്കും. കാരണം ദൈവത്തിൻ്റെ സഭയെ പണിയുന്നത് മനുഷ്യനല്ല. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ഇന്ന് രാത്രിയിലും യാതൊന്നിനും ജയിക്കാൻ കഴിയാത്ത, യാതൊരു ശക്തിക്കും തോൽപ്പിക്കുവാൻ കഴിയാത്ത ദൈവസഭയുടെ പണിയുടെ ഭാഗമായി ചേർന്ന് നിന്നുകൊണ്ട് കർത്താവിനെ സ്തുതിക്കാൻ ഇന്ന് രാത്രി ദൈവം നമുക്ക് അവസരം തന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് ഇന്ന് രാത്രി ഈ ദേശത്തിൽ വീണ്ടും തുറക്കാൻ പോകുന്ന ആത്മീക സന്ദേശങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവും ദൈവത്തിൻ്റെ മഹത്വവും വെളിപ്പെടേണ്ടതിന് ആത്മാവിൽ ജനമെല്ലാം പ്രാർത്ഥിക്കുകയിൽ എല്ലാ കണ്ണുകളും അടച്ച അധരങ്ങളെ തുറന്ന് ചില മിനിറ്റുകൾ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യാൻ എല്ലാ അധരങ്ങളും തുറക്കണം. നിർബന്ധമായി എല്ലാ കണ്ണുകളും അടച്ച് ഇടത്തോ വലത്തോ ഇരിക്കുന്നവരെ ശ്രദ്ധിക്കാതെ ആത്മാവിൽ ചില മിനിറ്റുകൾ കർത്താവിൻ്റെ സന്നിധിയിൽ സ്തോത്രം ചെയ്യാൻ, പ്രാർത്ഥിക്കാൻ. ആമേൻ. ദൈവസന്നിധിയിൽ സ്തോത്രത്തോടെ എല്ലാ അധരങ്ങളും തുറന്നാട്ട ചില മിനിറ്റുകൾ ശക്തമായ ദൈവമഹത്വത്തിൻ്റെ കീഴിൽ ദൈവം നമ്മളെ ഇവിടെ ഇരുത്തിരിക്കൊണ്ട് ഇന്ന് രാത്രി നമ്മുടെ പാട്ടോ നമ്മുടെ പ്രാർത്ഥനയോ നമ്മുടെ ആരാധനയോ നമ്മുടെ ശബ്ദമോ ഒന്നും നമ്മുടെ മഹത്വത്തിന് വേണ്ടിയല്ല, യേശുവിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ്. ഇവിടെ ഉയരാനുള്ള ഒറ്റ വ്യക്തിപ്രഭാവമേ ഉള്ളൂ. അത് നാം ആരാധിക്കുന്ന, നാം വിളിച്ചു പറയുന്ന, നാം വിശ്വസിക്കുന്ന നമ്മുടെ വീണ്ടെടുപ്പുകാരനാകുന്ന നമ്മുടെ കർത്താവാണ്. ആ കർത്താവിനെ ഉയർത്തുവാൻ ആ കരങ്ങളെ ഒരു നിമിഷം ഉയർത്തിപ്പിടിച്ച് യേശുവിനെ അറിഞ്ഞ, യേശുവിനെ അനുഭവിച്ച ദൈവമക്കളൊക്കെ ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ചില മിനിറ്റുകൾ അധരങ്ങളെ തുറന്നുകൊണ്ടൊന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. യേശുവേ, യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. യേശു വലിയവൻ. കരമുയർത്തി ചേർന്ന് ഹല്ലേലൂയ. യേശു വലിയവൻ,
അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. ചേർന്നൊന്ന് പാടുക. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. ഹല്ലേലൂയ ഹോസന്ന, ഓ ഹല്ലേലൂയ ഹോസന്ന, ഓ ഹല്ലേലൂയ ഹോസന്ന, ഹല്ലേലൂയ ഹോസന്ന, ഹല്ലേലൂയ ഹോസന്ന. യേശുവേ ഹല്ലേലൂയ ഹോസന്ന, ഓ ഹല്ലേലൂയ ഹോസന്ന, ഹല്ലേലൂയ ഹോസന്ന. ഞങ്ങളുടെ പ്രിയ പിതാവേ, നല്ല രാത്രിയിൽ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് തിരുസന്നിധിയിൽ അടുത്തു വന്ന് അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതനായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എന്നുള്ളത് അവിടുത്തെ വചനമാണല്ലോ. ഇന്ന് രാത്രി ഞങ്ങൾ പ്രതീക്ഷയോടെ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ദൈവം ഇന്ന് രാത്രി നൽകി. ദേശത്തിന് ആവശ്യമുള്ളത് ദൈവം വിഭജിച്ച് നൽകി. ജനത്തിന് ആവശ്യമുള്ളത് ദൈവാത്മാവിനാൽ വിവേചിച്ച് നൽകി. ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തെ ദേശത്തിന് നടുവിൽ കർത്താവ് പ്രദർശിപ്പിക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മുഴുവൻ മഹത്വവും മുഴുവൻ ആരാധനയും മുഴുവൻ സ്തോത്രവും കർത്താവിന് അർപ്പിക്കുകയാണ്. യേശുവിൻ്റെ നാമം മാത്രം ഉയർന്നിരിക്കട്ടെ. അങ്ങ് മാത്രം ആരാധനകൾക്കും സ്തുതികൾക്കും യോഗ്യൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ചേർന്ന് കരമുയർത്തി ആമേൻ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ വന്ദനം. ഈ രാത്രി നിങ്ങളുടെ നടുവിലായിരിക്കാൻ, ഒരിക്കൽ കൂടെ ദൈവവചനത്തിൻ്റെ സാക്ഷ്യത്തിന് ഈ ദേശത്തിൻ്റെ നടുവിൽ ഉയർത്താൻ കർത്താവ് തന്ന പദവിക്കായി, ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിൽ കർത്താവ് നമ്മോട് ഇടപെടും. ഈ ദേശത്തിൻ്റെ നടുവിൽ ദൈവ ശക്തിയും ദൈവത്തിൻ്റെ മഹത്വവും കർത്താവ് പ്രദർശിപ്പിക്കും. ആമേൻ. പ്രാർത്ഥനയോടെ നമുക്ക് തിരുസന്നിധിയിലായിരിക്കാം. ഇന്ന് രാത്രിയിലെ സന്ദേശത്തിന് സഹായമാകേണ്ടതിന് യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 6-ാമത്തെ വാക്യം ഇന്ന് രാത്രി വായിക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. അവൻ കിടക്കുന്നത് യേശു കണ്ടു, ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്ന് അറിഞ്ഞു. നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് യേശു അവനോട് ചോദിച്ചു. ഈ വചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി ഇതിലൂടെ ദൈവം നമുക്ക് തരുന്ന ആത്മീയ ദൂതുകളെ നമുക്ക് സ്വീകരിക്കാൻ പ്രാർത്ഥിക്കാം. ഈ ദേശത്ത് ദൈവം വലിയ ചലനങ്ങളെ ആത്മാവിനാൽ ഇന്ന് രാത്രി കൈമാറട്ടെ. ആമേൻ. സന്തോഷത്തോടെ ഒരിക്കൽ കൂടെ കരങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞ് ഹല്ലേലൂയ. പ്രസംഗിക്കാൻ ദൈവദാസന്മാർക്ക് പറ്റും, പക്ഷേ പ്രവർത്തിക്കാൻ പരിശുദ്ധാത്മാവിനെ പറ്റൂ. ആമേൻ. ഇന്ന് രാത്രി പ്രാപ്തി നൽകുന്നത് ദൈവമാണ്. പക്ഷേ ഇന്ന് രാത്രിയുള്ള വിശേഷമായ ദൈവപ്രവർത്തികൾ അത് പരിശുദ്ധാത്മാവിൻ്റെ മാത്രം സ്വന്തമാണ്. എത്ര പേര് ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നുണ്ട്? ഈ പന്തലിൻ്റെ നടുവിലും ഈ ദേശത്തും ഈ ശബ്ദം എവിടെയൊക്കെ എത്തുന്നുണ്ടോ അവിടങ്ങളിലെല്ലാം ഈ ദേശത്തിൻ്റെ പ്രാർത്ഥനയുടെ വലയത്തിനകത്തുള്ള മുഴുവൻ ഇടങ്ങളിലും ദൈവശക്തിയുടെ തീവ്രമായ ചലനം ഇന്ന് രാത്രി വെളിപ്പെടാൻ ആത്മാവിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ ഈ പന്തലിൻ്റെ കീഴിൽ മാത്രമല്ല, ഈ ദേശത്ത് ഈ ശബ്ദം എവിടെയൊക്കെ എത്തുന്നുണ്ടോ ഈ ശബ്ദത്തിൻ്റെ പരിധിക്കും അപ്പുറത്തേക്കും ഇന്ന് രാത്രി എവിടെയൊക്കെ ദൈവത്തിന് പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ടോ അവിടെയെല്ലാം ദൈവത്തിൻ്റെ വലിയ ശക്തിയുടെ വ്യാപാരം വെളിപ്പെട്ടു വരും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ദീർഘനാളുകളിലെ പ്രാർത്ഥന, ദീർഘനാളുകളിലെ ആഗ്രഹം, ഒത്തിരി പേരുടെ അധ്വാനമൊക്കെയാണ് ഈ സുവിശേഷ യോഗങ്ങൾ ഇത്ര മനോഹരമായി ഇവിടെ ക്രമീകരിക്കാൻ
ദൈവത്തിൻ്റെ ദാസന്മാർക്ക്, ദൈവമക്കൾക്ക് കർത്താവ് കൃപ തന്നത്. ആമേൻ, സ്തോത്രം. ഒരുപാട് പേര് ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നല്ലോ. കർത്താവിൽ ബഹുമാന്യ രജിസാർ പറഞ്ഞതുപോലെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇവരെ പ്രാർത്ഥനയോണ്ട് ദൈവസന്നിധിയിലായിരിക്കുന്നു എന്ന് അറിഞ്ഞതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരു സുവിശേഷ യോഗവും ഒറ്റ ദിവസം കൊണ്ടുണ്ടായി വരുന്നതല്ല. ദീർഘനാളുകളിലെ പ്രാർത്ഥനയും അധ്വാനവുമൊക്കെയാണ് ഈ സുവിശേഷ യോഗങ്ങളെ ഇങ്ങനെ ക്രമീകൃതമായി ഒരുക്കുന്നത്. 1-1.5 മണിക്കൂറൊക്കെ ദൈവദാസന്മാർക്ക് ദൈവവചനത്തിൻ്റെ സന്ദേശം നൽകാൻ വേണ്ടി, ഒരുക്കപ്പെടാൻ വേണ്ടി എത്രയോ ദിവസങ്ങൾ എടുക്കുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെയൊക്കെയും പ്രതിഫലം ഈ മണ്ണിൽ ഒരു മനുഷ്യനും ഒരു നല്ല വാക്ക് പറഞ്ഞില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവം ഇതിനെല്ലാം പ്രതിഫലം തരും. അതിനപ്പുറത്ത് ഈ ദേശത്ത് നമുക്കൊരു ദൗത്യമുണ്ട്. ആ ദൗത്യം നശിച്ചു പോകുന്ന ആത്മാക്കളെ കർത്താവിൻ്റെ നിത്യരക്ഷയ്ക്ക് വേണ്ടി നേടുക എന്നുള്ളതാണ്. അതിനായിട്ട് ദൈവം നമ്മെ പ്രാപ്തീകരിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് വരാൻ ഒരാണ്ട് കൂടെ, ചില മാസങ്ങൾ കൂടെ താമസിച്ചത് കൊണ്ട് ഒരു പുതിയ വർഷത്തിൻ്റെ ആരംഭ ദിവസങ്ങളിൽ ഒന്നിൽ ദൈവത്തെ സ്തുതിക്കാൻ ഇന്ന് രാത്രി ദൈവം കൃപ തന്നതിനാ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാത്രി നിങ്ങളെല്ലാവരും കൂടെ ഒരിക്കൽ കൂടെ ദൈവവചന സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിച്ചുകൊണ്ട് തിരുവചനത്തിൽ ദൈവം ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് നൽകാൻ, ഈ ദേശത്തിൽ ഉയർത്താൻ എൻ്റെ പക്കൽ ഏൽപ്പിച്ച തിരുവചന സന്ദേശത്തിൻ്റെ വാക്യത്തിലേക്ക് ഇന്ന് രാത്രി കടക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകം ഏതാണ്ട് AD 1500 മുതൽ BC 1500 മുതൽ AD 100 വരെയുള്ള 1600 വർഷത്തെ കാലഘട്ടത്തിനിടയിൽ 3 വ്യത്യസ്ത ഭാഷകളിൽ 3 വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിൽ ഇരുന്നു കൊണ്ട് 40ഓളം എഴുത്തുകാരിരുന്നു കൊണ്ട് എഴുതിയ തിരുവചനം. ആമേൻ. ഇന്ന് രാത്രി ആ തിരുവചനത്തിന്റെ പ്രസംഗകനാകാൻ പരിശുദ്ധാത്മാവിനാൽ ഈ വേദിയിൽ ദൈവം എന്നെ നിർത്തിയതിനാ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ തിരുവചനത്തെ ഇന്ന് രാത്രിയിലും കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ ഈ ദേശത്തിന് നടുവിൽ ഉയർത്തുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നതിനാ ദൈവത്തെ സ്തുതിക്കുന്നു. 66 പുസ്തകങ്ങൾ അടങ്ങിയ വിശുദ്ധ വേദപുസ്തകത്തിലെ പുതിയ നിയമ പുസ്തകങ്ങളിലെ സുവിശേഷങ്ങളുടെ ഭാഗങ്ങളിൽ ഏറ്റവും 4-മത്തതും അവസാനത്തതുമായ സുവിശേഷകൻ യോഹന്നാൻ യേശുക്രിസ്തുവിന്റെ ചരിത്രത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഭാഗത്തിലെ 5-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യമാണ് ഇന്ന് രാത്രി നമ്മൾ എടുത്തിരിക്കുന്ന ഭാഗം. യോഹന്നാന്റെ സുവിശേഷത്തിന് നിങ്ങൾക്കറിയാവുന്നതുപോലെ ചില പ്രത്യേകതകൾ മറ്റ് സുവിശേഷ എഴുത്തുകളിൽ നിന്ന് ഉണ്ട്. ചില പ്രത്യേകതകൾ. സ്തോത്രം. ഒന്നാമത്തെ പ്രത്യേകത, മറ്റ് എഴുത്തുകാരൊക്കെ മറ്റ് പല നിലകളിൽ നിന്നുകൊണ്ട് വ്യത്യസ്ത വിഭാഗങ്ങൾക്ക് വേണ്ടി എഴുതുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ എഴുത്ത് ദൈവത്തിന്റെ സഭയ്ക്ക് വേണ്ടിയായെന്ന്, ദൈവത്തിന്റെ പുത്രനാകുന്ന യേശുക്രിസ്തു എന്ന വെളിപ്പാടിൽ നിന്നുകൊണ്ട്, യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന വെളിപ്പാടിൽ നിന്നുകൊണ്ട് ആമേൻ യോഹന്നാൻ തന്റെ സുവിശേഷം എഴുതുമ്പോൾ എല്ലാവരും തുടങ്ങുന്നത് ഭൂമിയിൽ നിന്നുകൊണ്ടാണ്. യേശുവിന്റെ ചരിത്രം തുടങ്ങുന്നത് ആമേൻ സ്തോത്രം. ഒരല്പം മൈൽഡായിട്ട് വായിച്ചാൽ മതി, വളരെ ലൈറ്റായിട്ട് ചേർന്ന് രാമൻ പറഞ്ഞാട്ടെ. യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം എഴുത്തുകാർ മത്തായിയോ മർക്കോസോ ലൂക്കോസോ ഒക്കെ എഴുതുന്നത് ഭൂമിയിൽ നിന്നും യേശുവിന്റെ ചരിത്രം തുടങ്ങിക്കൊണ്ട് പഠിച്ചും അറിഞ്ഞുമൊക്കെയാണ്. പക്ഷെ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ എഴുത്തിന്റെ പ്രത്യേകത ഭൂമിയിൽ നടക്കുന്ന ഏതെങ്കിലും സംഭവങ്ങളിൽ നിന്നും കൊണ്ടല്ല യോഹന്നാൻ തന്റെ സുവിശേഷം എഴുതുന്നത്. യോഹന്നാൻ തന്റെ സുവിശേഷത്തിന്റെ ആരംഭം കുറിക്കുന്നത് സ്വർഗത്തിൽ നിന്നാണ്. ആമേൻ. മത്തായിയും മർക്കോസും ലൂക്കോസും ഒക്കെ ചരിത്രം പഠിച്ചുകൊണ്ട് ഭൂമിയിൽ നടന്ന ഏതൊക്കെയോ സംഭവങ്ങളുടെ വെളിച്ചത്തിൽ യേശുക്രിസ്തുവിന്റെ ജനനം പ്രതിപാദിക്കുമ്പോൾ യോഹന്നാൻ പ്രതിപാദിക്കുന്നത്, യോഹന്നാൻ പേന ചലിപ്പിക്കുന്നത് ഭൂമിയിൽ നടന്ന സംഭവങ്ങൾ എഴുതുവാൻ വേണ്ടിയല്ല, സ്വർഗത്തിൽ നിന്നുകൊണ്ടാണ് താൻ എഴുതുന്നത്. സ്തോത്രം. സ്വർഗത്തിൽ വെളിപ്പെടുന്ന ഏതൊക്കെയോ ആത്മചലനങ്ങളിൽ നിന്നും വെളിപ്പെടുന്ന, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നവനാകുന്ന മശികയെ, സ്വർഗത്തിൽ ഇറങ്ങി വന്നവനാകുന്ന ദൈവപുത്രനെ വെളിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് താൻ ആരംഭിക്കുകയാണ്. ഒന്ന് പറയാം, ഭൂമിയിൽ നിന്ന് സകലരും എഴുതി തുടങ്ങുമ്പോൾ, ഭൂമിയിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ ചരിത്രം എഴുതുമ്പോൾ യോഹന്നാൻ സ്വർഗത്തിൽ നിന്ന് ചരിത്രം എഴുതുകയാണ്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് ദൂത് പറയാം, വ്യത്യസ്തമായി നീ ജീവിച്ചാൽ, വ്യത്യസ്തമായത് ചിലത് എഴുതാൻ, ചിലത് പറയാൻ, ചിലത് പ്രസംഗിക്കാൻ സ്വർഗത്തിലെ ദൈവം സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് സമ്മാനിക്കും. ഇന്ന് രാത്രി ആമേൻ പറയാൻ എത്ര ദൈവമക്കൾക്ക് ഇവിടെ കഴിയും? ആമേൻ സ്തോത്രം. ചങ്കോട് ചേർന്നിരുന്നപ്പോൾ, ആമേൻ നെഞ്ചോട് ചേർന്നിരുന്നപ്പോൾ, ഒട്ടിച്ചേർന്നിരുന്നപ്പോൾ പലരും പലതും പറയുന്നുണ്ടാകും. പക്ഷേ അന്നൊന്നും ആർക്കും അവനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നതിന് അപ്പുറമുള്ള ചില ദൈവിക വെളിപ്പാടുകൾ സ്വർഗത്തിൽ നിന്ന് പറഞ്ഞു തുടങ്ങാൻ, വ്യത്യസ്തമായത് ചിലത് എഴുതാൻ എല്ലാവരും പറയുന്നത് പോലെയല്ല, എല്ലാവരും ചിന്തിക്കുന്നത് പോലെയല്ല, എല്ലാവരും പ്രസംഗിച്ചതുപോലെയല്ല, എല്ലാവരും എഴുതിയതുപോലെയുമല്ല. വ്യത്യസ്തമായത് ചിലത് എഴുതാൻ സ്വർഗത്തിലെ ദൈവം യോഹന്നാനെ ഉപയോഗിച്ചെങ്കിൽ
ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ദൂത് പറഞ്ഞാരംഭിക്കാം. ഇതിന്റെ നടുവിൽ വ്യത്യസ്തമായ ചിലത് ചെയ്യാൻ ദൈവം നിങ്ങളെ കണ്ടിരിക്കുകയാണ്. ഈ അന്ത്യകാലഘട്ടത്തിന്റെ അവസാനത്തെ നാഴികയിൽ പോലും ദൈവരാജ്യത്തിന് വേണ്ടി, ആത്മാക്കൾ വിടുതലിന് വേണ്ടി, ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി വ്യത്യസ്തമായത് ചിലത് ചെയ്യാൻ ദൈവം കണ്ടെത്തിയ ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. നിങ്ങളെ ദൈവം വ്യത്യസ്തമായ ചില കാര്യങ്ങൾക്ക് വേണ്ടി കണ്ടിട്ടുണ്ടെങ്കിൽ വ്യത്യസ്തമായി ജീവിക്കേണ്ടത് ആവശ്യമാണ്. എല്ലാവരുടെയും ഒപ്പം ജീവിക്കുവാനല്ല, എല്ലാവരും ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാനല്ല, എല്ലാവരും പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കാനുമല്ല ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. വ്യത്യസ്തമായത് ചിലത് നിങ്ങളിലൂടെ വെളിപ്പെടണമെന്ന് ദൈവം ആഗ്രഹിച്ചിട്ടുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ വ്യത്യസ്തമായി ജീവിക്കാൻ തയ്യാറാകണം. ആമേൻ. ആർക്കും കയറിപ്പോകാൻ കഴിയാത്ത ചില മേഖലകളിലൂടെ നിങ്ങൾ കയറിപ്പോയെന്ന് വരും. എല്ലാവരും മാറി നിൽക്കുന്ന, ഭയപ്പെട്ട് ഓടി ഒളിക്കുന്ന മഹാപുരോഹിതന്റെ വിസ്താര സ്ഥലത്തേക്ക് യോഹന്നാൻ ധൈര്യത്തോടെ കയറി ചെന്നതുപോലെ എല്ലാവരും ഭയപ്പെട്ടു പോകുന്ന ചില ഇടങ്ങളിൽ ദൈവത്താൽ നിങ്ങൾ കയറിപ്പോയെന്നിരിക്കും. ആരും ഒപ്പം നിൽക്കാത്ത കുരിശിന്റെ ചുവട്ടിൽ യോഹന്നാൻ നിന്നതുപോലെ നിങ്ങൾ ദൈവത്താൽ നിന്നിരിക്കും. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒരു ദൂതെന്നതുപോലെ ആത്മാവിൽ നിങ്ങൾക്ക് കൈമാറാം. വ്യത്യസ്തമായത് ചിലത് നിങ്ങളിലൂടെ ദൈവം ചെയ്യാൻ പോകുന്നു. അതിന് വ്യത്യസ്തമായി ചിലത് തീരുമാനങ്ങൾ എടുത്തേ പറ്റൂ, വ്യത്യസ്തമായ നിലയിൽ ജീവിച്ചേ പറ്റൂ. ഈ ആണ്ടിന്റെ ആരംഭത്തിൽ ദൈവം അതിന് നമുക്ക് തുണ നിൽക്കട്ടെ. ചേർന്ന് കരമുയർത്തി ഒരാമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ തീർത്തും വ്യത്യസ്തമായ ഒരു ഭാഗം യോഹന്നാൻ എഴുതുകയാണ്. മറ്റു പല ഇടങ്ങളിലും എഴുതാത്ത ഒരു വ്യത്യസ്തമായ ഭാഗം യോഹന്നാൻ എഴുതുകയാണ്. യോഹന്നാൻ എഴുതുന്നത് ഇങ്ങനെയാണ്. യേശു കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ഒരു മനുഷ്യനെ സൗഖ്യമാക്കുന്ന ഒരു ഭാഗമാണ്. ഇവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. യെരുശലേമിൽ ആട്ടുവാതിൽക്കൽ ബെഥസ്ദ എന്ന എബ്രായ പേരിൽ അറിയപ്പെടുന്നൊരു കുളം ഉണ്ട്. അതിൻ്റെ കരയിൽ വ്യാധിക്കാർ, കുരുടർ, ക്ഷയരോഗികൾ, ഇങ്ങനെ വ്യാധിക്കാർ വലിയ ഒരു കൂട്ടം വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. അതത് സമയങ്ങളിൽ ഒരു ദൂതൻ വെള്ളത്തിൽ ഇറങ്ങി വെള്ളം കലക്കും. ആമേൻ. ആ നേരത്ത് ആദ്യം ഇറങ്ങുന്നവൻ ഏതു വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം ആകും. അതവിടത്തെ ഒരു ക്രമമായിരുന്നു. അങ്ങനെ സൗഖ്യമാകാൻ കൊതിയോടെ കിടക്കുന്ന 100 കണക്കിന് രോഗികളുടെ ഇടയിൽ 38 വർഷം രോഗം പിടിച്ചൊരു കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്ന് അറിഞ്ഞു. നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് യേശു അവനോട് ചോദിച്ചു. ഇന്ന് രാത്രിയിൽ വായിച്ച വാക്യം 6-ാമത്തെ വാക്യം, ഇപ്പോൾ പറഞ്ഞ വാക്യം. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്ന് അറിഞ്ഞു. നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് യേശു അവനോട് ചോദിച്ചു. യഹൂദന്റെ ആരാധന കേന്ദ്രമായിരിക്കുന്ന യെരുശലേം ദൈവാലയത്തിന്റെ വടക്കേ മതിലിനോട് തൊട്ട് ചേർന്നുള്ള ഒരു കുളം, ഒരു വാതിൽ. ആ വാതിലിന്റെ പേര് ആട്ടിൻ വാതിൽ എന്നാണ്. ആട്ടിൻ വാതിൽ. യെരുശലേം ദൈവാലയത്തിനകത്ത് നടക്കുന്ന യാഗങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെടാനുള്ള ആടുകളെ കടത്തിക്കൊണ്ടുപോകുന്ന ഒരു വാതിൽ. ആടുകളുടെ ശുദ്ധീകരണത്തിനും ആടുകളെ കൊണ്ടുവരാനും വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന വാതിൽ. ഈ വാതിലിനെ കുറിച്ചുള്ളൊരു പ്രതിപാദനം നമുക്ക് നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഒരിക്കൽ തകർക്കപ്പെട്ടു പോയ ഈ വാതിലിനെ വീണ്ടും അവർ പണിത് കതകുകൾ വെച്ച് ഉറപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. മറ്റു 9 വാതിലിനേക്കാൾ വ്യത്യസ്തമായ ഒരു വാതിലായിരുന്നു ആട്ടിൻ വാതിൽ. ഈ വാതിലിൻ്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യാഗമാക്കപ്പെടുവാനുള്ള കുഞ്ഞാടുകളെ അകത്തു കൊണ്ടുവരാനുള്ള വാതിലായിരുന്നു. ആമേൻ, ആട്ടിൻ വാതിൽ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇപ്പോൾ ഇതാ ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള കെട്ടിയുണ്ടാക്കിയ കുളത്തിൻ്റെ കരയിൽ മണ്ഡപങ്ങൾ നിരവധിയുണ്ട്. ആ മണ്ഡപങ്ങളിൽ ഇതാ വ്യാധിക്കാർ, കുരുടർ, ക്ഷയരോഗികൾ, വ്യാധിക്കാർ, ഇങ്ങനെ വലിയൊരു കൂട്ടം രോഗികൾ വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട് കിടക്കുകയാണ്. അവിടെ ഒരു പതിവുണ്ട്. പതിവ് തെറ്റാതെ തീർത്തും ക്രമമനുസരിച്ച് അതാത് സമയങ്ങളിൽ ഒരു ദൂതൻ വന്നിറങ്ങി കുളത്തിലെ വെള്ളം കലക്കും. കുളത്തിലെ വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ആരിറങ്ങിയാലും അവന് സൗഖ്യമുണ്ടാകും. ഇതവിടെ നിത്യസംഭവമായിരുന്നു. ഇത് അവിടെ പതിവായിരുന്നു. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ചിലർ അവിടെ വന്ന് കിടക്കുക. ഒത്തിരി രോഗികൾ അവിടെ കിടക്കുന്നു. ജീവിതത്തിൻ്റെ പ്രതീക്ഷയറ്റവർ, ആമേൻ, സ്വപ്നങ്ങൾ പൊലിഞ്ഞു പോയവർ, ആമേൻ, സ്വാഭാവികമായും സമൂഹത്തിൽ ജീവിക്കുവാൻ മുൻപോട്ട് പോകാൻ സാധ്യതയില്ലാത്തവർ, കുടുംബം പുറംതള്ളിയവർ,
കയ്യിലുണ്ടായിരുന്ന പണം മുഴുവൻ സൗഖ്യമാകുവാൻ വേണ്ടി വൈദ്യന്മാർക്ക് ചെലവഴിച്ചിട്ടും ആരാലും സൗഖ്യം ആകാൻ കഴിയാതെ ഇനി അങ്ങോട്ട് ചികിത്സിക്കാൻ ത്രാണിയില്ലാതെ വന്നപ്പോൾ സൗജന്യമായി സൗഖ്യം കിട്ടുന്നൊരിടമുണ്ടോ എന്ന് അന്വേഷിച്ചു. അങ്ങനെ ആരോ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ വന്നു കിടക്കുന്ന ഒന്നല്ല, ഒരു പറ്റം രോഗികൾ, ഇങ്ങനെ 100 കണക്കിന് ആളുകൾ നിരന്ന് കിടക്കുന്നതിനിടയിൽ വിശുദ്ധ വേദവചനം ഒരാളെ എടുത്തു പരിചയപ്പെടുത്തുന്നു. 38 വർഷമായി രോഗം പിടിച്ചു കിടന്നൊരു മനുഷ്യൻ. ഇവൻ്റെ ചില പ്രത്യേകതകളിലൂടെയാണ് ഇന്ന് രാത്രിയിൽ നിങ്ങളുമായി സംസാരിക്കാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നത്. ഒന്നാമത്തത്, ഇവൻ്റെ ജീവിതത്തിൽ തികച്ചും ഒറ്റപ്പെട്ടൊരു മനുഷ്യനായിരുന്നു. എന്തായിരുന്നു? ഒറ്റപ്പെട്ടൊരു മനുഷ്യൻ. ഇന്ന് രാത്രിയിലും പ്രിയപ്പെട്ടവരെ വചനം പറയുന്നത് ഇങ്ങനെയാണ്. യേശു അവൻ്റെ അടുത്തോട്ട് വരുമ്പോൾ അവൻ പറയുന്ന വാക്ക്, യേശു ചോദിക്കുന്നു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ഉടനെ അവൻ പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, എന്നെ കുളത്തിലാക്കാൻ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കാൻ എനിക്ക് ആരും ഇല്ല. എനിക്കാരും ഇല്ല. ഒന്നുകൂടെ പറഞ്ഞേ, എനിക്കാരും ഇല്ല. ഞാൻ തനിയെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്നുത്തരം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, നാളുകളായി അവൻ സ്തോത്രം, അവൻ്റെ നിസ്സഹായത ഉള്ളിൽ സൂക്ഷിച്ച വേദന യേശുവിൻ്റെ മുമ്പിൽ പറയുകയാണ്. പറഞ്ഞ വാക്കിങ്ങനെയാണ്, എനിക്ക് ആരും ഇല്ല. 100 കണക്കിന് ആളുകളുടെ നടുവിൽ ഒത്തിരി വർഷങ്ങളായി കിടക്കുന്ന മനുഷ്യൻ, 38 വർഷങ്ങൾ കൊണ്ട്, അതിലധികം കാലമായി കാണും ഇവന് ഈ ദേശങ്ങളുമായിട്ടൊക്കെ പരിചയങ്ങളുണ്ട്. ഒത്തിരി പ്രായമുള്ള ഒരു മനുഷ്യൻ 38 വർഷം ഇവൻ രോഗിയായി തന്നെ ചിലവഴിച്ചു. അതിലധികം പ്രായം അദ്ദേഹത്തിനുണ്ടെന്ന് വ്യക്തമാണ്. അപ്പോൾ തന്നെ ഈ വർഷത്തിനിടയിൽ ഇദ്ദേഹത്തിൽ ഇവിടെ വന്ന് കിടന്നതിനിടയിൽ എത്രയോ പരിചയങ്ങളുണ്ട്, ഒത്തിരി പേരുമായി ബന്ധങ്ങളുണ്ട്. 100 കണക്കിന് പേർ, 1000കണക്കിന് പേർ തൻ്റെ കണ്ണിൻ മുമ്പിൽ വന്നു പോകാറുണ്ട്. 100 കണക്കിന് പേരുടെ പരിചയത്തിന് നടുവിൽ കിടക്കുമ്പോഴും സഹായിക്കാൻ പലരും ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ കിടക്കുമ്പോഴും ഈ മനുഷ്യൻ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്ന വേദനയുടെ ശബ്ദമാണ്, എന്നെ സഹായിക്കാൻ എനിക്കാരുമില്ല. ഇന്ന് രാത്രി ഒരു ദൂത പരിശുദ്ധാത്മാവ് ചിലരോട് സംസാരിക്കുന്നു. എല്ലാവരും ഉണ്ട്, അപ്പനുണ്ട്, അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്, വേണ്ടപ്പെട്ടവരുണ്ട്, പ്രിയപ്പെട്ടവരുണ്ട്, കൂട്ടുകാരുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരുടെ ഒപ്പമാണ് ജീവിതം. പക്ഷേ എവിടെയൊക്കെയോ ഒറ്റപ്പെട്ടതുപോലെ അനുഭവിക്കുന്നത് പോലെ, ഒറ്റപ്പെടൽ അനുഭവിക്കുന്നത് പോലെ, സഹായിക്കാൻ ആരുമില്ല, മനസ്സിലാക്കാൻ ആരുമില്ല, ഹൃദയത്തിന്റെ ഭാരം പങ്കുവയ്ക്കുവാൻ ആരുമില്ല. ഏതെങ്കിലും വ്യത്യസ്തമായിരിക്കുന്ന അനുഭവത്തിൽ രക്ഷപ്പെടാൻ സാധ്യതയുള്ള ഒരു വഴിയോ വാതിലോ തുറന്നു വരുന്ന സമയത്ത് ഒരു കൈ തന്ന് സഹായിക്കാൻ ആരുമില്ല. തികച്ചും ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ഈ കൊല്ലത്തിന്റെ ആദ്യത്തെ നാളിൽ, ഈ 6-ാം തീയതി രാത്രിയിലും ഇന്ന് പകലും ഈ രാത്രി ഇവിടെ ഇരിക്കുമ്പോഴും, നിങ്ങൾ ഏത് ഇടത്തിരിക്കുന്നോ അവിടെ ഇരിക്കുമ്പോഴും ഹൃദയത്തിനകത്ത് ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന എത്രയോ പേര് രാത്രി എന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങളോട് ദൈവത്തിന്റെ ശബ്ദം, നിങ്ങളെ സഹായിക്കാൻ ഉലകത്തിൽ ഒരാളില്ലെങ്കിലും നിങ്ങളെ സഹായിക്കാൻ കഴിയുന്ന ഒരാളുണ്ട്. ഇന്ന് രാത്രി ഞങ്ങൾ വിളിച്ചു പറയുന്ന യേശുക്രിസ്തുവിന്റെ നാമം. ഇന്ന് രാത്രി നിങ്ങൾ ഏത് ഇടത്തായിരുന്നാലും, നിങ്ങൾക്ക് കയറി ചെല്ലാൻ കഴിയാത്തിടത്ത്, നിങ്ങൾക്ക് ഇറങ്ങി വരാൻ കഴിയാത്തിടത്ത്, നിങ്ങൾ ഒറ്റപ്പെട്ടു പോയിടത്ത്, ഉലകത്തിൽ ഒരാൾക്കും നിങ്ങളെ വന്ന് സഹായിക്കാൻ കഴിയാത്തിടത്ത് നിങ്ങളെ സഹായിക്കാൻ കഴിയുന്ന ഒരേ ഒരുവനേ ഉള്ളൂ. അതിന്ന് രാത്രി ഞങ്ങൾ വിളിച്ചു പറയുന്ന നസ്രയനായ യേശുക്രിസ്തുവാണ്. ഈ രാത്രി അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. ആമേൻ. തീർത്തും ഏകാന്തമായിരിക്കുന്ന അനുഭവം. ആളില്ലാത്ത ഇടത്തല്ല താൻ താമസിക്കുന്നത്, ഒരു മനുഷ്യനും ഇല്ലാത്ത ഇടത്തല്ല താൻ ജീവിക്കുന്നത്. 100 കണക്കിന് ആളുകളുടെ തിരക്കിനിടയിൽ കഴിയുമ്പോഴും ഹൃദയത്തിൻ്റെ അകത്തെ വേദന, ഞാൻ ഒറ്റപ്പെട്ടവനാണ്. ഇന്ന് രാത്രി ദൈവം ആരോടൊക്കെയോ സംസാരിക്കുന്നുണ്ട് എന്ന് ആത്മാവിൽ എനിക്ക് ബോധ്യപ്പെടുന്നു. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നീറുന്ന വേദനയുമായി കടിച്ചടക്കാൻ പ്രയാസപ്പെട്ടുകൊണ്ട്, ആരോടും വേദനകൾ, വിഷമങ്ങൾ പങ്കുവെക്കാൻ കഴിയാതെ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന നിന്നെ സഹായിക്കാൻ ഉലകത്തിൽ ഒരാളില്ലെങ്കിലും നിന്നെ സഹായിക്കാൻ കഴിയുന്നൊരു ദൈവമുണ്ട്. 6-ാമത്തെ വാക്യം മാത്രം ഇന്ന് രാത്രി സമയത്തിന്റെ പരിധിക്കകത്ത് നിന്നുകൊണ്ട് പറഞ്ഞ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ഒരുമിച്ച് നിങ്ങൾ ദൈവസന്നിധിയിൽ ഈ രാത്രി ഇവിടെ നിന്ന് മടങ്ങിപ്പോകുന്നതിന് മുമ്പ് ഒരു വലിയ ദൈവത്തിന്റെ പ്രവൃത്തി ഈ രാത്രി ദൈവത്താൽ തുറക്കപ്പെടാൻ ആത്മാവിൽ ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ആമേൻ, ആമേൻ. ഈ 6-ാമത്തെ വാക്യം 3 ഭാഗങ്ങളുണ്ട്. ഒന്ന്, അവൻ കിടക്കുന്നത്
യേശു കണ്ടു. രണ്ടാമത്തെ ഭാഗം ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്ന് അറിഞ്ഞു. നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് യേശു അവനോട് ചോദിച്ചു. ഒന്നാമത്തെ ഭാഗം, അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഒന്ന് ചേർന്നൊന്ന് പറയാമോ? യേശു കണ്ടു. വേദപുസ്തകത്തിനകത്ത് ദൈവം കണ്ടു എന്ന് പറയുന്ന ഒത്തിരി ഭാഗങ്ങളുണ്ട്. എല്ലാം ഒന്നും പറയാൻ ഇന്ന് രാത്രി കഴിയത്തില്ല. പക്ഷെ ഉൽപ്പത്തി പുസ്തകത്തിനകത്തേക്ക് കടന്നു വന്നാൽ അബ്രഹാമിന്റെ വീട്ടിനകത്ത് മിസ്രൈമ്യ ദാസിയായിരിക്കുന്ന ഹാഗാർ ഒരിക്കൽ സാറായുടെ വാക്കുകൾ ഹൃദയത്തെ വല്ലാതെ കുത്തി മുറിവേൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇനി അവിടെ തുടരുവാൻ കഴിയത്തില്ല, ഇനി ഈ കൂടാരത്തിലേക്ക് ഞാൻ മടങ്ങി വരത്തില്ല എന്ന ഏറ്റവും കടുത്തൊരു തീരുമാനം എടുത്തുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി. അവളുടെ ഉദരത്തിൽ ഒരു കുഞ്ഞു വളരുന്നുണ്ടായിരുന്നു. അപ്പനില്ല, അമ്മയില്ല, സഹോദരങ്ങളില്ല, വേണ്ടപ്പെട്ടവരില്ല, വീട്ടുകാരാരുമില്ല. ആകപ്പാടെയുള്ളത് അബ്രഹാമും സാറായും ആ കുടുംബവും മാത്രമേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ ആ സാറായുടെ അധരത്തിൽ നിന്ന് വന്ന വാക്കുപോലും ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിച്ചുകൊണ്ട് ആഗാർ ആ കൂടാരത്തിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു പോകുമ്പോൾ 318 അഭ്യാസികൾ അറിഞ്ഞില്ല, അബ്രഹാം അറിഞ്ഞില്ല, സാറ അറിഞ്ഞില്ല, അവിടെയുള്ള ദാസന്മാരാരും അറിഞ്ഞില്ല. പക്ഷെ അവൾ ചെന്ന് നിന്നിടത്ത് ദൈവത്തിന്റെ ദൂതൻ അവൾക്ക് പ്രത്യക്ഷനായി. അവളോട് പറഞ്ഞു, നീ മടങ്ങിപ്പോയി നിന്റെ യജമാനത്തിക്ക് കീഴടങ്ങിയിരിക്കണം. ഇനി ഒരിക്കലും തിരിച്ച കൂടാരത്തിലേക്കില്ല എന്നുറപ്പിച്ചാണ് കൂടാരത്തിൽ ഇറങ്ങുന്നത്. ഇന്ന് രാത്രി ആരോടോ ദൈവം സംസാരിക്കുന്നു. നിനക്ക് വിഷയം പുറത്തല്ല, നിനക്ക് പ്രശ്നം നിന്റെ കൂടാരത്തിനകത്താണ്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ ദൂതായി വിളിച്ചു പറയുന്നു, നിന്റെ കൂടാരത്തിനകത്തുനിന്ന് ഉയർന്നു വന്ന വിഷയം, നിന്നെ കൂടാരത്തിനകത്തുനിന്ന് പുറന്തള്ളാൻ പ്രേരിപ്പിക്കുന്ന വിഷയം, നിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന വിഷയം ഇന്ന് രാത്രി ലോകത്തിൽ ഒരാളും അറിഞ്ഞില്ലെങ്കിൽ അറിയുന്നൊരു ദൈവമുണ്ട്. ആ ദൈവം നിന്റെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ അതിനെ കണ്ട് ഇറങ്ങി വരുന്ന ദൈവമാണ്. അവൾ ചെന്ന് നിന്ന ഉറവിന്റെ അരികിലേക്ക് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്ന് നിന്നവളോട് പറയുന്നു, നീ മടങ്ങിച്ചെന്ന് നിന്റെ യജമാനത്തിക്ക് കീഴടങ്ങിയിരിക്കുക. ദൂതൻ പറഞ്ഞ വാക്കുകൾ, നിർബന്ധ ബുദ്ധിയാൽ പറഞ്ഞ വാക്കുകൾ അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് മനസ്സില്ലാ മനസ്സോടെ തിരിച്ച് തന്റെ കൂടാരത്തിലേക്ക് ചുവടുകൾ വെച്ച് നടന്നു പോകുമ്പോൾ തന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ആരും കേൾക്കാതെ പറഞ്ഞൊരു വാക്ക് വേദപുസ്തകത്തിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ. എന്നെ കാണുന്ന ദൈവം എന്ന് പറഞ്ഞ സ്ഥലത്തിന് സ്തോത്രം, അവൾ പേര് മാറ്റി വിളിക്കുകയാണ്. ഏൽ രോഹി, എന്നെ കാണുന്ന ദൈവം. ചേർന്നൊരു ആമേൻ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. എന്നെ കാണുന്നൊരു ദൈവമുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അബ്രഹാം കണ്ടില്ല, സാറ കണ്ടില്ല, അഭ്യാസികൾ കണ്ടില്ല, ദാസന്മാർ കണ്ടില്ല. ഒരു ചെറിയ ഈലഹനങ്ങിയാൽ അവർ അറിയും, പക്ഷേ അവരാരും അറിഞ്ഞില്ല. പക്ഷേ ഉയരത്തിലെ ദൈവം, അവൾ ഇറങ്ങി പുറപ്പെട്ട ഇടത്തു നിന്ന് സ്വർഗത്തിലെ ദൈവം അവളെ കണ്ടതുപോലെ ഇന്ന് രാത്രി ദൈവം നിന്നെ കാണുകയാണ്. നിങ്ങളെ ഒരു മനുഷ്യനും ഒരു പക്ഷെ കണ്ടില്ല എന്നുണ്ടാവും, ഒരു മനുഷ്യനും നിങ്ങളെ അറിഞ്ഞില്ല എന്നുണ്ടാവും. പക്ഷെ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാണാതെ പോകുകയില്ല. നിങ്ങളെ കാണുന്നൊരു കണ്ണുണ്ട്, അവന്റെ പേരാണ് നസ്രയനായ യേശു. ആരും നിങ്ങളെ കണ്ടില്ലെങ്കിലും യേശു നമ്മെ കാണുന്നു. കണ്ട ദൈവം കണ്ണും പൂട്ടി കയ്യും കെട്ടി സ്വർഗത്തിൽ ഇരിക്കുകയല്ല ചെയ്തത്. കണ്ട ദൈവം കണ്ടിട്ട് ഭാരപ്പെട്ടവന്റെ അടുത്തോട്ട് ഇറങ്ങി വന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവം എന്നെ കാണുന്നു എന്ന് അകം കൊണ്ട് ഉറപ്പുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ആ കരം ഉയർത്തിപ്പിടിച്ചു പറയണം, എൻ്റെ ദൈവം കണ്ണും പൂട്ടി കയ്യും കെട്ടി ഇരിക്കില്ല. ഈ 2024 ജനുവരി മാസം 6-ാം തീയതി രാത്രിയിലും ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോഴും എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങി വരുന്ന ദൈവമാണ്. നിന്റെ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ, നിന്റെ പ്രശ്നത്തിന്റെ ഘട്ടത്തിൽ, നിനക്ക് മുൻപോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിലും നിനക്ക് വേണ്ടി കണ്ടിറങ്ങി വരുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ഇന്ന് രാത്രി അവന്റെ പേരാണ് നസ്രയനായ യേശു. ഇന്ന് രാത്രി ആ കരം ഉയർത്തിക്കൊണ്ട് ചേർന്ന് രാമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. കാണുന്നൊരു ദൈവമുണ്ട്. പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഇതേ പദങ്ങൾ നമുക്ക് കാണാം. ഒരിക്കൽ ആടുമേയിച്ചുകൊണ്ട് അമ്മായിയപ്പനായിരിക്കുന്ന യിത്രോവിന്റെ ആടുമേയിച്ചുകൊണ്ട് മരുഭൂമിക്കപ്പുറമുള്ള ഹോരേബ് പർവ്വതത്തിലേക്ക് നടന്നു കയറുമ്പോൾ സ്വർഗത്തിലെ ദൈവം മുൾച്ചെടി കത്തിച്ചിട്ട് അതിൻ്റെ നടുവിൽ ഇറങ്ങി വന്ന് മോശയെ വിളിക്കുകയാണ്. മോശേ, നീ നിൽക്കുന്ന ഇടം വിശുദ്ധമാകയാൽ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ച്
കളക. അന്ന് വരെ മോശയെ ആ ദേശത്ത് അറിയാൻ ഒരു മനുഷ്യനും ഉണ്ടായിരുന്നില്ല. പക്ഷെ തൻ്റെ പേരെടുത്തു വിളിച്ചു. ആമേൻ. ദൈവം. മോശയുടെ ജനനം ഒരു അത്ഭുതകരമാകുന്ന ജനനമായിരുന്നു. മോശയുടെ ജനനം ആമേൻ സാധാരണപ്പെട്ട ഒരു ജനനമായിരുന്നില്ല. ആ കാലഘട്ടത്തിൽ സാധാരണമായിരിക്കുന്നൊരു ജനനമായിരുന്നു എന്നെങ്കിൽ പോലും ആ കാലഘട്ടത്തിന് അനുയോജ്യമായിരിക്കുന്ന നിലയിൽ അവന് വളരാൻ സാധ്യതയില്ലാത്തൊരിടത്താണ് ദൈവം അവനെ വളർത്തിയത്. അതുകൊണ്ടാണ് എബ്രായരുടെ ലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ എഴുത്തുണ്ട്, വിശ്വാസത്താൽ മോശ വളർന്നെന്ന്. എന്ന് പറഞ്ഞാൽ കഴിവ് കൊണ്ടും പ്രാപ്തി കൊണ്ടും കുടുംബമഹിമ കൊണ്ടും പണം കൊണ്ടും പദവി കൊണ്ടും എന്നല്ല ഈ മോശ വളർന്നത്, വിശ്വാസത്താലാണ് വളർന്നത്. ഇന്ന് രാത്രിയിലും ഇവിടെ ഇരിക്കുന്ന ചിലർക്ക് പറയാൻ കഴിയും, സാധ്യതകളില്ലെങ്കിലും ആത്മാവിൽ വളരാൻ ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ പോകുകയാണ്. സാഹചര്യങ്ങൾ അനുകൂലമല്ല, സാധ്യതകളെല്ലാം എതിരാണ്. പക്ഷെ ദൈവത്തിന്റെ കൃപ നിമിത്തം വിശ്വാസത്താൽ വളരാൻ ദൈവം സഹായിക്കും. ഇന്ന് രാത്രി എത്ര പേർ വിശ്വാസത്തോടെ ആമേൻ പറഞ്ഞ ദൂതിനെ സ്വീകരിക്കും? വിശ്വാസത്താൽ വളരുക. വ്യത്യസ്തമായിരിക്കുന്നൊരു ജനനം, വ്യത്യസ്തമായിരിക്കുന്നൊരു വളർച്ച, വ്യത്യസ്തമായിരിക്കുന്നൊരു ജീവിതം. പക്ഷെ 40-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം പെട്ടെന്ന് വഴിമാറി. മിദ്യാനിലേക്ക് താൻ പോകേണ്ടി വന്നു. മിദ്യാനിലെ ജീവിതം തന്നെ മറ്റൊന്നാക്കി മാറ്റി. അനേകം സാധ്യതകളും അവസരങ്ങളും തന്നെ തനിക്കുണ്ടായിരുന്നു. പക്ഷേ സാധ്യതകളിൽ നിന്നും അവസരങ്ങളിലും ഒക്കെ തന്നെ ജീവിതത്തെ തട്ടിമാറ്റി. ഏതോ ഇടത്ത് ആട് വയ്ക്കുന്ന ജോലിക്കകത്ത് മാത്രം താൻ ഒതുക്കപ്പെട്ട് നിൽക്കുമ്പോൾ ഇതാ ഒരിക്കൽ ഒരു അനുഭവം തന്നെ തേടിയെത്തി. ഒരിടയന്മാരും മരുഭൂമി കടത്തി ആടുകളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കാത്ത നാളിൽ മരുഭൂമിയുടെ കത്തി നിൽക്കുന്ന ചൂടിനകത്ത് വെച്ച് സകല ആടുകളും പിടഞ്ഞു വീഴുമെന്നിരിക്കെ ഈ മനുഷ്യൻ ആ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറായി, ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറായി. മരുഭൂമി കടത്തി തൻ്റെ ആടുകളെ അക്കരെ എത്തിക്കാൻ താൻ തീരുമാനിച്ച നിമിഷം ദൈവം അദ്ദേഹത്തെ നോക്കി ഒരു തീരുമാനമെടുത്തു. ഇവൻ കുറെ ആടിനെ കയ്യിൽ കിട്ടിയപ്പോൾ, ആടുകളെ കയ്യിൽ കിട്ടിയപ്പോൾ ഇവൻ മരുഭൂമി കടത്തിയെങ്കിൽ കുറെ ആളുകളെ കയ്യിൽ കൊടുത്താൽ ഇവൻ അവരെയും മരുഭൂമി കടത്തും. ഇന്ന് നിങ്ങൾ വിശ്വാസത്തോടെ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളിൽ നിങ്ങൾ വിശ്വസ്തരാണെങ്കിൽ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം നിങ്ങൾക്ക് പ്രാപ്തി നൽകാൻ പോവാ. ചേർന്ന് പറഞ്ഞേ ആമേൻ. എനിക്ക് വേറൊരു മൈക്രോഫോൺ എടുക്കാമോ? ഇല്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ആമേൻ. ചേർന്ന് പറഞ്ഞേ ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ശ്രദ്ധിക്കൂ, ഈ മനുഷ്യനെ Praise the Lord. Hallelujah. Praise the Lord. കരമുയർത്തി ഒരു ആമേൻ പറഞ്ഞാട്ടെ. മരുഭൂമിയിൽ നിന്നും ഹോരേബിലേക്ക് കയറിപ്പോകുന്ന മോശ ഹോരേബിന്റെ മുകളിൽ ചെന്ന് നിൽക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം മുൾച്ചെടിക്ക് നടുവിൽ നിന്ന് അവനോട് സംസാരിക്കാൻ തുടങ്ങി. എൻ്റെ ജനമായിരിക്കുന്ന ആമേൻ സ്തോത്രം, എൻ്റെ ജനമായിരിക്കുന്ന ഇസ്രായേലിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. അവരുടെ ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ളവരുടെ നിലവിളിയും ഞാൻ കേട്ടിരിക്കുന്നു. ഇപ്പോൾ ഞാൻ അവരുടെ രക്ഷയ്ക്കായി ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ചേർന്ന് ആമേൻ പറഞ്ഞാട്ടെ. ഇപ്പോൾ അവരുടെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവം പറയുകയാണ്, ഇവരുടെ ആമേൻ നിലവിളി ഞാൻ കേട്ടു എന്ന് പറയുന്നതിന് മുമ്പ് എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ചേർന്ന് പറഞ്ഞ ആമേൻ. ദൈവം കണ്ടെന്ന് പറയുന്ന മറ്റൊരു ഭാഗം സ്തോത്രം. ദൈവം ഒരു ജനത്തിൻ്റെ കഷ്ടത കാണുകയാണ്. ദൈവം അബ്രഹാമിനോട് പറഞ്ഞൊരു വാഗ്ദത്തം, 400 വർഷം നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് അടിമകളെപ്പോലെ അന്യജനത്തെ സേവിക്കുമെന്നുള്ള ദൈവത്തിൻ്റെ അരുളപ്പാട് 400 വർഷത്തോടുള്ള ദൂത് പറഞ്ഞതിന് ശേഷവും 430ാമത്തെ വർഷവും അടുത്തു നിൽക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞ ദൂത് കഴിഞ്ഞിട്ട് ആമേൻ ആ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഏറെ നാളുകൾ കഴിഞ്ഞാണ് ഇപ്പോൾ മോശ നിൽക്കുന്നത്. പക്ഷെ മോശയുടെ ജീവിതത്തോട് നോക്കി ദൈവം തമ്പുരാൻ പറയുക, നിന്റെ ജനം ഇപ്പോൾ ആമേൻ മിസ്രൈമിൽ കിടക്കുകയാണ്, നീ ഇപ്പോൾ മിദ്യാനിൽ നിൽക്കുകയാണ്. അവരെ രക്ഷിക്കാൻ ഞാൻ ഇപ്പോൾ ഇറങ്ങി വന്നിരിക്കുന്നു. അവരുടെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും
പറഞ്ഞ് കേട്ടിരിക്കുന്നു. ഇപ്പോൾ ഞാൻ അവരെ രക്ഷിക്കാൻ ഇറങ്ങി വന്നിരിക്കുന്നു. എവിടെ ഇറങ്ങി വന്നിരിക്കുന്നു? വിഷയമുള്ളവന്റെ ജീവിതത്തിൽ ഇറങ്ങി വരേണ്ട ദൈവം ഇപ്പോൾ ഗോശനിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന, ചേറ്റുകണ്ടങ്ങളിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ഉപദ്രവം സഹിച്ചുകൊണ്ടിരിക്കുന്ന ആ ജനത്തിന് നടുവിലല്ലേ ഇറങ്ങി വരേണ്ടത്? മിദ്യാനിൽ ജീവിക്കുന്ന മോശയുടെ അരികിലല്ലല്ലോ ഇറങ്ങി വരേണ്ടത്. മിസ്രൈമിലല്ലേ ജനം കഷ്ടപ്പെടേണ്ടത്? മിസ്രൈമിൽ കഷ്ടപ്പെടുന്ന ജനത്തിന്റെ നടുവിലേക്ക് ഇറങ്ങി വരേണ്ട ദൈവം മിസ്രൈമിൽ ഇറങ്ങി വരേണ്ടതിന് പകരം ഇപ്പോൾ എവിടെ ഇറങ്ങി നിൽക്കുകയാണ്? മിദ്യാനിൽ താമസിക്കുന്ന മോശയുടെ മുമ്പിൽ ഇറങ്ങി വന്ന് നിൽക്കുകയാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഞാൻ വിളിച്ചു പറയാം, ഒരു കൂട്ടം ജനത്തെ വിടുവിക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഈ കാലഘട്ടത്തിലും കോടിക്കണക്കിന് ജനത ഈ ദേശത്ത് വിടുവിക്കപ്പെടാനുണ്ട്, ഈ രാജ്യത്ത് വിടുവിക്കപ്പെടാനുണ്ട്, ഈ സമകാലീന ലോകത്തിൽ വിടുവിക്കപ്പെടാനുണ്ട്. പക്ഷെ അവർ വിടുവിക്കപ്പെടണമെങ്കിൽ അവരുടെ നടുവിലേക്ക് ദൈവം ചെന്നിറങ്ങുന്നതിന് പകരം അവരെ വിടുവിക്കാൻ നിയോഗമുള്ള ഒരുവന്റെ അടുത്താണ് ദൈവം ഇറങ്ങി വരുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി സുവിശേഷ യോഗം ഇവിടെ പര്യവസാനിക്കുന്നതിന് തൊട്ടു മുമ്പ് ഞാൻ ആത്മാവിൽ പ്രതീക്ഷിക്കുന്നു, സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിതരാകാൻ ഇന്ന് രാത്രി ആരെങ്കിലും ഒരാള് ഈ സുവിശേഷത്തിന്റെ ഘോഷണത്തിന്റെ ദിവസങ്ങളിൽ അവസാന ദിവസമായി ഇന്ന് രാത്രി ദൈവം നിങ്ങളെ കണ്ട ഒരു ദൈവ നിയോഗത്തിലേക്ക് ദൈവം നിങ്ങളെ വിളിക്കുന്നെങ്കിൽ അതിനുവേണ്ടി സമർപ്പിച്ചാൽ നിങ്ങൾ നിമിത്തം 1000 പേർ വിടുവിക്കപ്പെടാൻ സാധ്യത തുറക്കുകയാണ്. ഏതോ ഇടത്ത് ദൈവം വിളിച്ച അനുഭവങ്ങൾ വ്യത്യസ്തമായി നിലകൊള്ളുമ്പോഴും ഏതോ ഇടത്ത് ഒതുങ്ങിക്കൂടാനല്ല ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ മഹത്വത്തിന്റെ സുവിശേഷം, ദൈവരാജ്യത്തിന്റെ ശക്തിയുള്ള സുവിശേഷം ഏതൊക്കെയോ ഇടങ്ങളിൽ വിളിച്ചു പറഞ്ഞ്, ഏതൊക്കെയോ ഇടങ്ങളിൽ ആമേൻ അയച്ച് ചില ജനതയെ വിടുവിച്ചു കൊണ്ടുവരാൻ ദൈവം നിങ്ങളെ കണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി മോശയെ വിളിച്ചതുപോലെ ഇന്ന് രാത്രി ദൈവം ചിലതിനെ വിളിക്കുന്ന രാത്രിയാണ്. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഈ ജനത്തിന്റെ കഷ്ടത കണ്ട ദൈവം മിസ്രൈമിൽ ഇറങ്ങി നേരിട്ടിറങ്ങുന്നതിന് പകരം നിയോഗമുള്ളവന്റെ അരികിലേക്ക് ഇറങ്ങി വന്നതുപോലെ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുകയും പാടുകയും ഉപവസിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ മേൽ, നിങ്ങളുടെ തലമുറകളുടെ മേൽ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വരികയാണ്. കാരണം അതിൻ്റെ നിയോഗം കിടക്കുന്നത് ഈ കാലഘട്ടത്തിൽ എന്നിലും നിങ്ങളിലുമാണ്. ചേർന്ന് രാമയം പറഞ്ഞാട്ടെ. ഈ ജനത്തെ വിടുവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം അവരുടെ നടുവിൽ ഇറങ്ങി വന്നു. സ്തോത്രം, ഹല്ലേലൂയ. എല്ലാം ഒന്നും പറയാൻ സമയമില്ല. പക്ഷെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ദൈവം തീയായിട്ടാണ് അവരുടെ മുമ്പിൽ ഇറങ്ങി വന്നത്. ഒത്തിരി മരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ അതിലൊന്നിലും ദൈവം തീയായി ഇറങ്ങി വന്നില്ല. പകരം ഒരു മുൾച്ചെടിക്കകത്തു ദൈവം തീയായി ഇറങ്ങി വന്നു. തടിക്കൊഴുപ്പുള്ള, തടിവണ്ണമുള്ള, ഇലക്കൊഴുപ്പുള്ള, ഉയരമുള്ള, പൊക്കമുള്ള, മൂല്യമുള്ള ഒരുപാട് മരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അതിലൊന്നിലും ദൈവം ഇറങ്ങി വന്നില്ല. അവരെല്ലാം പറഞ്ഞു, നീ ദഹിപ്പിക്കുന്ന അഗ്നിയാണ് ദൈവമേ, നീ തീയായി എൻ്റെ മേൽ ഇറങ്ങി വന്നാൽ ഒരു നിമിഷം കൊണ്ട് ഞാൻ ചാമ്പലായി പോകും, ചാരമായി പോകും. എനിക്ക് അനന്തമായിരിക്കുന്ന സാധ്യതയുണ്ട്. കുറേ വർഷങ്ങൾ കൂടെ എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയും. അതുകൊണ്ട് എൻ്റെ മേൽ ഇറങ്ങി വരുന്നത് ദയവായി എന്നെ ഒന്ന് ഒഴിവാക്കണമെന്ന് പലരും പറഞ്ഞ് ഒഴിവ് പറഞ്ഞു മാറുമ്പോൾ അവിടെ ശാപത്തിൻ്റെ പരിണിത ഫലമായി ജനിച്ചു വളർത്തപ്പെട്ട ഒരു മുൾച്ചെടി ഉണ്ടായിരുന്നു. ആ മുൾച്ചെടി ദൈവത്തോട് പറഞ്ഞത്, തമ്പുരാനെ, ഞാൻ ഈ മണ്ണിൽ പിറന്നത് തന്നെ ശാപത്തിൻ്റെ ഫലമായിട്ടാ. ഞാനിവിടെ ജീവിക്കുന്നത് പോലും ആർക്കും ഇഷ്ടമല്ല. ആരും എന്നെ തൊടുന്നില്ല, ആരും എന്നെ ഉപയോഗിക്കുന്നില്ല, ആരും എൻ്റെ അടുത്തോട്ട് വരുന്നില്ല. അങ്ങിങ്ങോട്ട് തീയായി ഇറങ്ങി വന്നാൽ ഞാൻ ചാമ്പലാകണമെങ്കിൽ ചാമ്പലാകട്ടെ, ചാരമാകട്ടെ. പക്ഷെ ഒരുവൻ നിയോഗത്തിലേക്ക് തിരിയുവാൻ ആമേൻ അത് കാരണമാകുന്നെങ്കിൽ ഞാൻ അതിനു വേണ്ടി വിട്ടുതരാൻ തയ്യാറാണ്. ഒരു മുൾച്ചെടി അതിനുവേണ്ടി സമർപ്പിക്കപ്പെട്ട നിമിഷം സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, എൻ്റെ സ്വഭാവം ഞാൻ കൺസ്യൂമിങ് ഫയറാണ്, ഞാൻ ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. പക്ഷെ അവൻ്റെ അടുത്തോട്ട് ഇറങ്ങുമ്പോൾ ഞാൻ ദഹിപ്പിക്കുന്ന അഗ്നിയായിട്ടല്ല ഇറങ്ങാൻ പോകുന്നത്, ഞാൻ അവനെ ദഹിപ്പിക്കാതെ ഇറങ്ങാൻ പോകുകയാണ്. അങ്ങനെ ദൈവം ആ മുൾച്ചെടിക്കകത്തോട്ട് ദഹിപ്പിക്കാത്ത അഗ്നിയായി ഇറങ്ങി വന്നു നിന്നു. ദഹിപ്പിക്കാതെ കത്തുന്ന കാഴ്ച എന്താണെന്ന് കാണാൻ മോശ ദൂരത്തുനിന്ന് അടുത്തു. ഇന്ന് രാത്രി ഒരു ദൂതായിട്ട് വിളിച്ചു പറയാം, ദൈവം നിന്റെ മേൽ ഇറങ്ങി വന്നാൽ ആയിരക്കണക്കിന് ആളുകളെ വിടുവിക്കുന്ന, നൂറുകണക്കിന് ആളുകളെ വിടുവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിന്നിലൂടെ തുറക്കാൻ പോകുകയാണ്. ഏതൊക്കെയോ വ്യക്തികളെ ഈ കൊല്ലവും ദൈവം അവശേഷിപ്പിച്ചു തന്നെ എന്തൊക്കെയോ നിയോഗങ്ങൾ ഇനിയും ബാക്കിയുള്ളത് കൊണ്ടാണ്. ആരെയൊക്കെയോ വിടുവിക്കുവാൻ, ഒരു കൂട്ടത്തെ വിടുവിക്കുവാൻ, 1 2 പേരെയല്ല, ആയിരക്കണക്കിന് ആളുകളെ ഒന്നിച്ചു വിടുവിക്കുവാൻ ആത്മനിയോഗമുള്ള ചിലതിനെ ഈ കൺവെൻഷൻ പന്തലിന്റെ കീഴിലും ഇന്ന് രാത്രി അത്യുന്നതന്റെ കണ്ണുകൾ പരതുന്നുണ്ട്. ആ കരങ്ങൾ
ജനങ്ങൾ ഇന്ന് രാത്രി തപ്പി നോക്കുന്നുണ്ട്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണാൻ സ്വർഗത്തിൽ നിന്നും ദൈവം നോക്കിയതുപോലെ ഇന്ന് രാത്രി ദൈവത്തിന്റെ കരങ്ങളിൽ ഇണങ്ങിയ ആയുധമായി മാറാൻ പാകപ്പെടാൻ കഴിയുന്ന ചിലവിനെ ഇന്ന് രാത്രി പരതുകയാണ് ദൈവം. ആരെങ്കിലും ഇന്ന് രാത്രി ആ കരത്തിന്റെ കീഴിലേക്ക് എന്നെ ഒന്ന് ഉപയോഗിക്കണമേ എന്ന് പണ്ട് യെശയ്യാവ് പറഞ്ഞതുപോലെ എന്നെ അയക്കണമേ എന്ന് ഒരു വാക്ക് പ്രാർത്ഥിച്ചാൽ ഇന്ന് രാത്രി യോഗം തീരുന്നതിന് മുമ്പ് നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ കൃപ ചലിക്കും. നിങ്ങളുടെ ആധരത്തിൽ കനൽക്കട്ടകൾ പോലെ ദൈവത്തിന്റെ ശക്തി തൊടും. ദൈവരാജ്യത്തിന്റെ മഹത്വമുള്ള സുവിശേഷം ചിലരുടെ ആദരങ്ങളിൽ ചലിക്കാൻ തുടങ്ങും. അടുത്ത കാലഘട്ടങ്ങളിലെ ഈ ദേശങ്ങളിലെ ദൈവശബ്ദം അത് നിങ്ങളായി തീർന്നിരിക്കും. ചേർന്ന് പറഞ്ഞേ ആമേൻ, ഹല്ലേലൂയ. പരാജയപ്പെട്ടു പോയ ഒരു മനുഷ്യൻ, ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു കയറാൻ സാധ്യതയില്ലാത്തൊരു മനുഷ്യൻ, വല്ലാത്ത വിഷാദത്തിന്റെ അകത്ത് അടിപ്പെട്ടു പോയൊരു മനുഷ്യൻ. സാധ്യതകൾ ഒത്തിരി ഉണ്ടായിരുന്നു, വിദ്യാഭ്യാസം, സമ്പത്ത്, കുലീനത, ഇതൊക്കെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ. എല്ലാം നഷ്ടപ്പെട്ട സ്വന്തം അഡ്രസ് പോലും അടിയറവ് പറഞ്ഞ് മിദ്യാനിൽ ആടുവയ്ക്കുന്ന ജോലിയിൽ ഒതുങ്ങിക്കൂടി. എന്തായിരുന്നോ താൻ? അതൊന്നുമല്ലാത്തൊരു ജീവിതമായി താൻ ഒതുങ്ങിക്കൂടി ജീവിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അവനെ നിയോഗങ്ങളിലേക്ക് തിരിച്ചുവിട്ടെങ്കിൽ എന്തോ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നു, ദൈവ നിയോഗങ്ങളിലേക്ക് ദൈവം ചിലരെ ഇന്ന് രാത്രി തിരിച്ചുവിടാൻ വകയാണ്. ഹല്ലേലൂയ. എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടെന്ന് പറഞ്ഞ ദൈവം കണ്ണും പൂട്ടിയിരുന്നില്ല, കയ്യും കെട്ടിയിരുന്നില്ല. സ്വർഗത്തിലെ ദൈവം നിയോഗമുള്ള മോശയുടെ അരികിലേക്ക് ഇറങ്ങി വന്ന് അവനെ ദൈവം ഉപയോഗിച്ചു. 430 വർഷത്തെ അടിമച്ചങ്ങലയുടെ ചരിത്രത്തെ പൊളിച്ചുകൊണ്ട്, ഫറവോനെ കിടുകിട വിറപ്പിച്ചുകൊണ്ട്, ഈജിപ്തിനെ മുട്ടുകുത്തിച്ചുകൊണ്ട് സ്വർഗത്തിലെ ദൈവം ആ ജനതയെ അവിടെ നിന്ന് പുറത്തെടുത്ത് ഒരു രാഷ്ട്രമാക്കി മാറ്റിയെങ്കിൽ ഇന്ന് രാത്രി ഏതൊക്കെയോ പൈശാചിക നുഖങ്ങളുടെ കീഴിൽ കെട്ടുപാടുകൾക്കകത്ത് കെട്ടപ്പെട്ടു പോയി വിടുവിക്കപ്പെടുവാൻ സാധ്യതയില്ലെന്ന് പറയുന്ന ഒരു പറ്റം ജനതയെ ഈ ദേശത്തിന് നടുവിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്ന് ദൈവിക സാധ്യതകളുടെ ലോകത്തിലേക്ക്, ദൈവിക വാഗ്ദത്തങ്ങളുടെ ലോകത്തിലേക്ക്, നിത്യ ജീവനിലേക്ക് കൊണ്ടുപോകാൻ ഇന്ന് രാത്രി ദൈവത്തിന് പ്രസാദം തോന്നുന്നതിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഓരോന്നായി പറയാൻ സമയമില്ലാത്തത് കൊണ്ട് 1-2 കാര്യം മാത്രം പറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ഒരിക്കൽ ഗന്നസരത്ത് തടാകത്തിന്റെ കരയിൽ യേശു കർത്താവ് നിൽക്കുമ്പോൾ 2 പടക് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. സ്തോത്രം. പത്രോസിന്റെ ശൂന്യമായ പടകും കരയിൽ കയറ്റി വെച്ചിരിക്കുകയാണ്. പത്രോസ് ആ പടകിന്റെ തൊട്ട് ചേർന്ന് നിൽക്കുന്നു. യേശു കർത്താവ് പ്രഭാതത്തിൽ വന്ന് അതേ പുരുഷാരത്തോട്, കടൽക്കരയിലുള്ള പുരുഷാരത്തോട് സംസാരിക്കുവാൻ നോക്കുമ്പോൾ ഇതാ ഷീമോനുള്ളതായ ഒരു പടക് നിൽക്കുന്നു. കർത്താവ് ഷീമോന്റെ അടുക്കിലേക്ക് ചെന്നിട്ട് ചോദിച്ചു, നിന്റെ പടക് എനിക്കൊന്ന് തരാമോ? കരയിൽ നിന്ന് അല്പം ഒന്ന് നീക്കാമോ? അവൻ അതനുസരിച്ചു. പുരുഷാരത്തോട് പടകിലിരുന്നു കൊണ്ട് യേശു കർത്താവ് സംസാരിച്ച് തീർന്ന ശേഷം അവൻ ഷീമോന്റെ നേരെ തിരിഞ്ഞു. ഷീമോനെ ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവീൻ എന്ന് പറഞ്ഞു. സ്തോത്രം. അതിന് പത്രോസ്, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചെങ്കിലും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാം. ഒറ്റ പദത്തിനകത്ത് അവൻ അനുസരിക്കാൻ തയ്യാറായപ്പോൾ വചനം പറയുന്നു, പെരുത്ത മീൻകൂട്ടം പടകിനകത്ത് അകപ്പെട്ടു. ആ പടകിൽ നിറയ്ക്കാൻ പോരാതെ വന്നതുകൊണ്ട് താൻ കൈകാട്ടി തൻ്റെ സഹോദരങ്ങളുടെ പടകുകളെ കൂടെ വിളിച്ചു. അവരും വന്ന് നിറച്ചിട്ടും പോരാതെ നിന്നതുകൊണ്ട് വചനം പറയുന്നു, ആ മീൻപിടുത്തത്തിൽ അവനും കൂടെയുള്ളവർക്കും സംഭ്രമം പിടിച്ചിരുന്നു. അവൻ നിന്നുകൊണ്ട് കർത്താവിനോട്, കർത്താവേ, ഞാൻ പാപിയായ ഒരു മനുഷ്യൻ ആകൊണ്ട് എന്നെ വിട്ട് പോകണമേ എന്ന് പറഞ്ഞു. സ്തോത്രം. യേശു നിന്റെ പടകിനെ കണ്ടിട്ടുണ്ടെങ്കിൽ നിന്റെ പടക് ഒരത്ഭുതമായി മാറിയിരിക്കും. കഴിഞ്ഞ രാത്രിയിലെ ശൂന്യതയുടെ അനുഭവം പത്രോസ് യേശുവിനോട് പറഞ്ഞതാണോ? ഒരിക്കലും പറഞ്ഞതല്ല. യേശുവേ, എൻ്റെ പടക് ശൂന്യമായി ഞാൻ കയറ്റി വെച്ചതാണ്. കഴിഞ്ഞ രാത്രി ഒത്തിരി ഞാൻ അധ്വാനിച്ചു, പക്ഷെ ഒന്നും എനിക്ക് കിട്ടിയില്ല. വല്ലതും എനിക്ക് തരാൻ സാധ്യതയുണ്ടെങ്കിൽ ഞാൻ ഈ പടക് നിനക്ക് തരാമെന്ന് പത്രോസ് പറഞ്ഞതായി അവിടെ എഴുതിയിട്ടില്ല. യേശുവിൻ്റെ വാക്കനുസരിച്ചുകൊണ്ട് പത്രോസ് തൻ്റെ പടക് വിട്ടുകൊടുത്ത നേരം യേശു
ആ പടകിനെ ഉപയോഗിച്ചു. ഇന്ന് രാത്രി നിന്റെ ജീവിതം നീ യേശുവിന് വേണ്ടി വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പടക് നിനക്ക് തിരിച്ചു തരുന്നത് നിറവോടെയുടെ ആയിരിക്കും. ഏതൊക്കെ ശൂന്യത നിന്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടോ ആ ശൂന്യതകളെയെല്ലാം നികത്തിക്കൊണ്ട് ഒരു വലിയ നിറവ് ദൈവം നിങ്ങൾക്ക് സമ്മാനിച്ചിരിക്കും. ഇന്ന് രാത്രി ചേർന്ന കരമുയർത്തി യേശുവിനോട് പറ, എൻ്റെ വേദന ആരും അറിഞ്ഞില്ല, എൻ്റെ സങ്കടം ആരും അറിഞ്ഞില്ല, എൻ്റെ നൊമ്പരം ആരും അറിഞ്ഞില്ല, എൻ്റെ നഷ്ടം ആരും അറിഞ്ഞില്ല, എൻ്റെ കരച്ചിൽ ആരും കണ്ടില്ല. പക്ഷെ എന്നെ കാണുന്നൊരു ദൈവമുണ്ട്, എൻ്റെ പടകിൻ്റെ ശൂന്യത കാണുന്നൊരു ദൈവമുണ്ട്. ആ ദൈവം ഇന്ന് രാത്രി എനിക്ക് വേണ്ടി ഇറങ്ങി വരാൻ വകയാണ്. Praise the Lord. Hallelujah. ആ പടകിനൊന്നൊരു നിറവ് കൊടുത്ത് തിരിച്ചു കൊണ്ടുവരികയാണ്. പക്ഷെ പ്രശ്നം അവിടെ അല്ല, തീർന്നില്ല, കാര്യം തീർന്നില്ല. ആ പടക് അന്ന് വരെ അവൻ പിടിച്ചതിൽ ഏറ്റവും ശ്രേഷ്ഠമായ മീൻപിടുത്തത്തിൻ്റെ ഏറ്റവും നിറവിൻ്റെ അങ്ങേ അറ്റത്ത് നിൽക്കുമ്പോൾ, ഏറ്റവും ഉയർച്ചയുടെ സാധ്യതകളുടെ ഉയർന്ന തലത്തിൽ നിൽക്കുമ്പോൾ അവർ ആ വള്ളവും വലയും വിട്ട് യേശുവിനെ അനുഗമിച്ചു. പത്രോസിനെ നോക്കി പറയും, ഭോഷത്വമല്ലേ നീ ചെയ്തത്? കാരണം നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സാധ്യത തുറന്നു കിട്ടിയതല്ലേ. നീ ആയുസിൽ പിടിച്ചതിനേക്കാൾ വലിയ മീൻപിടുത്തത്തിന്റെ സാധ്യത നിന്റെ മുമ്പിൽ തുറന്നു കിട്ടിയിട്ട് അതെല്ലാം വിട്ടിട്ട് നീ വന്നെന്ന് പറയുന്ന ഭോഷത്വമല്ലേ? പത്രോസ് പറയും, ഇന്ന് രാത്രി ഒറ്റ പകൽ കൊണ്ട്, ഒറ്റ മണിക്കൂർ കൊണ്ട്, ഒറ്റ മിനിറ്റ് കൊണ്ട് എൻ്റെ പടകിനെ നിറയ്ക്കാൻ യേശുവിന് കഴിഞ്ഞെങ്കിൽ നിറഞ്ഞ പടകല്ല എനിക്ക് വിഷയം, എൻ്റെ പടകം നിറച്ചവനാണ് എനിക്ക് വിഷയം. ഇന്ന് രാത്രി നിറഞ്ഞ പടകല്ല, പടകം നിറച്ചവനാണ് എനിക്ക് വേണ്ടതെന്ന് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളെ അനുഗ്രഹിപ്പാൻ വിശ്വസ്തനായ, സഹായിപ്പാൻ വിശ്വസ്തനായ, നിറയ്ക്കാൻ വിശ്വസ്തനായ യേശുവിനെ എനിക്ക് വേണമെന്ന് പറയാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോ. ആമേൻ. നന്മയുടെ പുറകെ ചുവട് വെക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്, നന്മ തരുന്നവൻ്റെ പുറകെ ചുവട് വെക്കാനാണ്. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. അർത്ഥം, ആമേൻ, നീ യേശുവിനെ പിന്തുടർന്നാൽ നന്മ നിന്റെ പുറകെ വരും. ഹല്ലേലൂയ. നീ യേശുവിൻ്റെ പുറകെ പോയാൽ ഏതെല്ലാം നിനക്ക് ആവശ്യമാണോ, എന്തു തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കും എന്നിത്യാദി വിഷയങ്ങളെക്കുറിച്ച് നീ ആശങ്കപ്പെടേണ്ടി വരികയില്ല. ഈ ഭൂമിയിൽ ആവശ്യമുള്ളതൊക്കെയും തരികയും വരാനുള്ള ലോകത്തിൽ നിത്യജീവനും തന്ന് നിന്നെ പോഷിപ്പിച്ചു നിറയ്ക്കാൻ കഴിവുള്ള ഒരുവനുണ്ടെങ്കിൽ അവനാണ് ഇന്ന് രാത്രി നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവ്. ആ കർത്താവിന്റെ മഹത്വത്തെ സ്വീകരിക്കാൻ കൃപ പ്രാപിച്ചവരുണ്ടെങ്കിൽ ആ കരമൊന്ന് വീശി അടിച്ച് ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുക. ഇന്ന് രാത്രി ആ കർത്താവിന്റെ സാന്നിധ്യം ഈ പന്തലിന്റെ നടുവിലുണ്ട്. ഹല്ലേലൂയ. ഒരിക്കൽ കർത്താവ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞൊരു ഉപമ പറഞ്ഞ ഉപമ ഇങ്ങനെയാണ്. ഒരു മനുഷ്യൻ നടന്നു പോകുമ്പോൾ ഒരു കടുകുമണി കണ്ടു. അവൻ ആ കടുകുമണി എടുത്ത് തൻ്റെ വയലിലിട്ടു. അതവിടെ കിടന്നുകൊണ്ട് വളർന്നു. അത് വലിയ സസ്യമായി മാറി. ആകാശത്തിലെ പറവകൾ വന്ന് അതിൽ കൂടുവെച്ചു. ഒരു ചെറിയ കടുകുമണി ഒരു വലിയ വൃക്ഷമായി മാറിയ ഒരു കഥ കർത്താവ് ഒരു ഉപമ പറയുകയാണ്. എനിക്കതിനകത്ത് അത്ഭുതം തോന്നിയത്, ഒരു ചെറിയ കടുകുമണി ഒരു വലിയ വൃക്ഷമായി മാറിയതല്ല. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു മനുഷ്യൻ നടന്നു പോകുമ്പോൾ ഒരു കടുകുമണി കണ്ടു. എനിക്കിതിൻ്റെ അകത്ത് അത്ഭുതം തോന്നിയത്, ഒരു മനുഷ്യൻ നടന്നു പോയപ്പോൾ കടുകുമണി കണ്ടെന്ന് പറയുന്നതാണ്. ഞാനും നിങ്ങളുമൊക്കെ എത്രയോ കാലമായിട്ട് ഇതിലേ കൂടെ നടന്നു പോകുക. പക്ഷെ നമ്മളാരും ഇന്ന് വരെ എന്ത് കണ്ടിട്ടില്ല? ഒരു കടുകുമണി കിടക്കുന്നത് നമ്മളാരും കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടില്ല, നമ്മുടെ കണ്ണിൽ പെട്ടിട്ടില്ല. പക്ഷേ ഇതാ ഒരു മനുഷ്യൻ്റെ കണ്ണിൽ ഒരു കടുകുമണി ഉടക്കുകയാണ്. രാത്രിയിലെ ദൂത്, ആമേൻ, സ്തോത്രം. ഒരു മനുഷ്യൻ്റെയും കണ്ണിൽപ്പെടാത്ത നമ്മെ ദൈവം കണ്ടെന്ന് പറയുന്നതല്ലേ അത്ഭുതം. ആരുടെയും കണ്ണിപ്പെടാത്ത നമ്മെ കർത്താവ് കണ്ടെന്ന് പറയുന്ന അത്ഭുതം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നീ ഉലകത്തിൽ ഒരു മനുഷ്യൻ്റെയും കണ്ണിപ്പെടാത്ത വ്യക്തിയാണെങ്കിലും ആരും നിന്നെ മൈൻഡ് ചെയ്യാതെ പോയാലും നിന്നെ കാണുന്നൊരു സ്വർഗത്തിലെ ദൈവമുണ്ട്, നിന്നെ അറിയുന്നൊരു സ്വർഗത്തിലെ ദൈവമുണ്ട്. അവൻ നിന്നെ കണ്ടിട്ട് കടന്നു കളയുന്ന ദൈവമല്ല. അവിടെ വായിക്കുന്നു, ഉടയവൻ കടുകുമണി കണ്ടിട്ട് അവൻ കൈവെള്ളക്കകത്തെടുത്തതുപോലെ ഇന്ന് രാത്രിയിലും ദൈവം നിന്നെ കരങ്ങളിലെടുക്കാൻ വകയാണ്.
കണ്ടിട്ടുടയവൻ കൈവെള്ളയിലെടുത്തു. മാത്രമോ കൈവെള്ളയിലെടുത്തിട്ട് താൻ തൻ്റെ വയലിൻ്റെ അകത്ത് കൊണ്ടിട്ടു. വയലിൻ്റെ അകത്ത്, ദൈവരാജ്യത്തിൻ്റെ വയലിൻ്റെ അകത്ത്, ദൈവസഭയാകുന്ന വയലിൻ്റെ അകത്ത്, ദൈവിക സാധ്യതകൾ, വളർച്ചകളുടെ സാധ്യതകളുള്ള വയലിൻ്റെ അകത്ത് ആരുടെയൊക്കെയോ ചെരുപ്പിൻ്റെ കീഴിൽ ചതഞ്ഞെറിഞ്ഞു പോയ കടുകുമണിയെ നോക്കി ആരൊക്കെയോ ചേർന്ന് വിളിച്ചു പറഞ്ഞു, ഇനി ഇത് മുള പൊട്ടുകയില്ല, ഇനി ഇത് വളരുകയില്ല, ഇനി ഇത് തളിർക്കുകയില്ല, ഇനി ഇതിനൊരു ജീവിതമില്ല. പക്ഷേ തൻ്റെ വയലിൻ്റെ അകത്ത് വീണ് കഴിഞ്ഞപ്പോൾ അവിടെ നിൽക്കുന്ന മുഴുവൻ വിളകളും ഒന്നിച്ചു വിരൽ ചൂണ്ടി പറഞ്ഞു, ഇവൻ തലപൊക്കുകയോ മുള പൊട്ടുകയോ ഇല്ല എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നോക്കി നിൽക്കുമ്പോൾ ചതഞ്ഞരഞ്ഞ കടുകുമണിയുടെ ഉള്ളിൽ നിന്നും മുള പൊട്ടി മുകളിലേക്ക് വരികയാ. ഇന്ന് രാത്രി ദൈവരാജ്യത്തിൻ്റെ അനന്ത സാധ്യത ഞാൻ നിങ്ങളുടെ മുമ്പിൽ അണിനിരത്തി പറയാം. ദൈവരാജ്യത്തിൻ്റെ അകത്തോട്ട് വന്നു വീണ ഒരാളും എത്ര ഉടഞ്ഞവനാണെങ്കിലും, എത്ര തകർന്നവനാണെങ്കിലും, എത്ര സാധ്യതയില്ലാത്തവനാണെങ്കിലും, ലോകം എഴുതിത്തള്ളിയവനാണെങ്കിലും, കുടുംബം തള്ളിക്കളഞ്ഞവനാണെങ്കിലും, ദൈവത്തിൻ്റെ രാജ്യത്തിനകത്തോട്ട് നീ വന്നാൽ നിനക്കൊരു സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഡോക്ടർ നിന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാകും, ഇനി നിനക്ക് ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിയത്തില്ലെന്ന്, ഇനി ആ ആഹാരം നിനക്ക് കഴിക്കാൻ കഴിയത്തില്ലെന്ന്, ഇനി ആ വർഷങ്ങൾ നീ കാണത്തില്ലെന്ന്, ഇത്ര വർഷമേ ഇനി നീ ജീവിച്ചിരിക്കത്തുള്ളെന്ന്, ഇനി നിന്റെ ആരോഗ്യത്തിന് പണ്ടത്തെ പോലൊന്നും അല്ല, പരിമിതികൾ പലതും ഉണ്ടെന്ന് ഡോക്ടർ നിന്നെക്കുറിച്ച് വിധി എഴുതിയിട്ടുണ്ടാകും. പക്ഷെ ദൈവരാജ്യത്തിനകത്തേക്ക് വന്നു വീണ നിന്നെ ഇനി ഉലകത്തിലെ വിധിയെഴുത്തുകളല്ല നിന്റെ ജീവിതത്തെ നിർണയിക്കാൻ പോകുന്നത്. നിന്നെ കൈവെള്ളയിലെടുത്തൊരു ഉടയവനുണ്ട്. അവന്റെ കൈക്കകത്തു നീ ഭദ്രമായിരുന്നത് പോലെ അവന്റെ രാജ്യത്തിനകത്തും നീ സുരക്ഷിതമായിരിക്കും എന്നറിയുന്നവരുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചൊരാമേൻ പറഞ്ഞാട്ടെ. അവിടെ നിൽക്കുന്ന വിളകളിൽ ചിലത് പറഞ്ഞു, ഇവൻ ഇനി തലപൊക്കത്തില്ല. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസനെ അവൻ തലപൊക്കാൻ തുടങ്ങി. ഈ കൊല്ലവും മുള പൊട്ടുകയില്ലെന്ന് വാദിച്ച പിശാചും മനുഷ്യനും ഒരുപോലെ നിന്ന് തർക്കിച്ച ചില വ്യക്തികളെ സ്വർഗത്തിലെ ദൈവം മുള പൊട്ടിക്കാൻ വകയാണ്. ഹല്ലേലൂയ. നിന്റെ തലമുറയെ നോക്കി, ഒരുപക്ഷെ ദൈവവൈതലേ നിങ്ങളുടെ തലമുറകളെ നോക്കി ചിലർ പറഞ്ഞിട്ടുണ്ടാകും, അവൻ ശരിയാകത്തില്ലെന്ന്, നന്നാകത്തില്ലെന്ന്. പക്ഷെ ദൈവത്തിൻ്റെ ദൂത് ദൈവരാജ്യത്തിനകത്തോട്ട് അവനെ ദൈവം കൊണ്ടുവന്ന് മാനിക്കാൻ പോവുക, ഉപയോഗിക്കാൻ പോവുക. മുള പൊട്ടത്തില്ലെന്ന് പറഞ്ഞ ചിലരുടെ ശുശ്രൂഷ, ഉപയോഗിക്കപ്പെടത്തില്ലെന്ന് പറഞ്ഞ് അടഞ്ഞുപോയെന്ന് പറഞ്ഞ ചിലരുടെ സാധ്യത ദൈവം ഇന്ന് രാത്രി തുറക്കുന്ന രാത്രിയാണ്. അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ മുള പൊട്ടി. ചിലർ പറഞ്ഞു, ഞങ്ങളുടെ തലപ്പൊക്കമൊന്നും വളരാറായിട്ടില്ല. കണ്ടില്ലേ, ഞങ്ങൾ ചില നാളുകളായിട്ട് ഇവിടെ നിൽക്കുന്നവരാ, ഞങ്ങളുടെ തലപ്പൊക്കം വളരാറായിട്ടില്ല. പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവരുടെയും തലയ്ക്ക് മുകളിലേക്ക് ഈ കടുകുമണി വളർന്നു കയറി, ചെടിയായി വളർന്നു കയറി. അവർ പറഞ്ഞു, ഞങ്ങളുടെ തലപ്പൊക്കം വളർന്നെന്ന് കരുതി നീ അഹങ്കരിക്കൊന്നും വേണ്ട. ഒരു കാറ്റടിച്ചാൽ നിന്റെ തല അവൻ ഞങ്ങളുടെ കാൽച്ചുവട്ടിൽ വരും, കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അതിൻ്റെ തടി അങ്ങ് വലിപ്പമുള്ളതായി മാറി, അതിൻ്റെ തണ്ടിൻ്റെ വലിപ്പമുള്ളതായി മാറി. സാധാരണ ചെടിയിൽ നിന്നൊരു വൃക്ഷത്തിൻ്റെ സ്വഭാവത്തിലേക്ക് ആ ചെടി അങ്ങ് മാറി. ഇന്ന് രാത്രി ഞാൻ പറയാം, എത്ര കണ്ട് നിനക്കെതിരായി വെല്ലുവിളി ഉയരുന്നോ അതിനേക്കാൾ ശ്രേഷ്ഠമായി സ്വർഗത്തിലെ ദൈവം നിങ്ങളെ വളർത്താൻ പോകുന്ന നാളുകളാണ്. ദൈവരാജ്യത്തിൻ്റെ സാധ്യത ഒട്ടും ചെറുതല്ല, വലിയ കാര്യങ്ങൾ നടക്കാൻ പോകുകയാണ്. നോക്കുക, കുറച്ച് കഴിഞ്ഞപ്പോൾ വചനം പറയുന്നത് ഇങ്ങനെയാണ്. ആമേൻ, സ്തോത്രം. എല്ലാവരും പറഞ്ഞു 6-7 അടി പൊക്കത്തിനകത്തേക്ക് അതിൻ്റെ മുകളിലേക്ക് ഒരു കടുകുമണിയും വളർന്നിട്ടില്ല. പക്ഷേ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ 6-7 അടി പൊക്കം കഴിഞ്ഞ് നിങ്ങൾ വളർന്നു വരിക. വളർച്ചയുടെ പരിധികളെ പൊട്ടിച്ചുകൊണ്ട് വളർന്നു വന്നെങ്കിൽ, സ്തോത്രം, ഇതിൻ്റെ അകത്ത് ചിലരെ ദൈവം ഈ വർഷം ആത്മികമായും ഭൗതികമായും വളർത്താൻ പോകുകയാ. ശുശ്രൂഷയിൽ ദൈവം വളർത്താൻ വകയാ. ചേർന്ന് ആമേൻ പറഞ്ഞാട്ടെ. വർദ്ധിച്ചു വളർന്നങ്ങ് കയറി വന്നു. ഇത് കടുകുമണിയായി വഴിയരികിൽ കിടക്കുമ്പോൾ അവിടെ കിടന്നുകൊണ്ട് നിലവിളിച്ച നിലവിളി ഇതാ, എന്നെ കാണുന്ന അറിയുന്ന ആരുമില്ലല്ലോ. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കടുകുമണികളൊക്കെ എവിടെയോ പോയി രക്ഷപ്പെട്ടു. ആരുടെ അശ്രദ്ധ കൊണ്ട്, ആരോ ശ്രദ്ധിക്കാതെ പോയത് നിമിത്തം ഇവിടെ വീണുപോയ എൻ്റെ ജീവിതം ഈ വഴിയരികെ ഒതുക്കപ്പെട്ടല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പം ഞാനിങ്ങനെ ഒരു വാക്ക് പറയട്ടെ. അവർ പറഞ്ഞു, എൻ്റെ ഒപ്പമുള്ള കടുകുമണിയെല്ലാം എവിടെയോ പോയി രക്ഷപ്പെട്ടെന്ന്. ഞാൻ പറയാം, പ്രിയപ്പെട്ടവരെ, ഒപ്പമുണ്ടായിരുന്ന കടുകുമണികളൊക്കെ എവിടെയോ അടുക്കളക്കകത്ത് പൊട്ടിത്തീർന്നപ്പം
ഈ കടുകുമണി മാത്രമാണ് ഒരു വലിയ വൃക്ഷമായി മാറിയത്. മറ്റാർക്കുമില്ലാത്ത ഒരു അനന്തമായ സാധ്യത ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം ദൈവരാജ്യത്തിനകത്തോട്ട് കയറിയ നിന്റെ മേൽ ദൈവം തുറക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വഴിയരികെ കിടന്ന ഈ വിത്തിനെ കർത്താവ് പറഞ്ഞ ഉപമയനുസരിച്ച് വ്യാഖ്യാനിച്ചാൽ പറവകൾ കൊത്താൻ സാധ്യതയുണ്ട്. പറവകൾ കൊത്താൻ കണ്ണ് വെച്ചെന്നിരിക്കട്ടെ, നോട്ടം ഇട്ടെന്നിരിക്കട്ടെ, പറന്നു പോകുന്ന പറവക്കൂട്ടങ്ങളിൽ ഒന്ന് ഈ കടുകുമണിയെ കണ്ട് കൊത്താൻ ഇറങ്ങിച്ചെന്നപ്പോൾ കൂടെ പറക്കുന്നവർ പറഞ്ഞു, നോ, ഇപ്പോൾ കൊത്തണ്ട, തിരിച്ചു വരുമ്പോൾ കൊക്കിനിടമുണ്ടെങ്കിൽ കൊത്താം. അങ്ങനെ പറന്നുപോയി വൈകുന്നേരം തീറ്റ തേടിയിട്ട് തിരിച്ച് കൂട്ടിലേക്ക് ചേക്കേറാൻ പോകുമ്പോൾ കടുകുമണി കിടന്ന ഇടത്ത് പരതി നോക്കിയിട്ട് അവിടെ കാണാനില്ല. എന്താ സംഭവിച്ചത്? ഉടയവൻ കൈവെള്ളയിലെടുത്തു. 2023 അനർത്ഥം നിന്നെ കണ്ണുവെച്ചതാ, ആ അപകടം നിന്നെ കണ്ണുവെച്ചതാ, ആ രോഗം നിന്നെ നോട്ടമിട്ടതാണ്. പക്ഷേ നിന്റെ അടുക്കൽ എത്തുന്നതിന് മുമ്പ് അവൻ ഉടയവൻ നിന്നെ കൈവെള്ളയിൽ എടുത്തത് കൊണ്ടാണ് നീ രക്ഷപ്പെട്ടത്. കരമുയർത്തിയോ രാമയം പറഞ്ഞാട്ട്. ഇന്ന് രാത്രി എൻ്റെ ഒപ്പം എൻ്റെ ചർച്ചിലെ ഒരു മോൻ വന്നിട്ടുണ്ട്. അവൻ കഴിഞ്ഞ ജൂലൈ മാസം 3-ാം തീയതി ഒരു വലിയ അപകടം അവന് നേരിട്ടു. അന്ന് രാത്രി ഞങ്ങളെല്ലാം വലിയ ഭാരത്തിലും പ്രയാസത്തിലുമായി. ഞാൻ ചില ദിവസങ്ങൾ, ദീർഘദിവസങ്ങൾ ഉപവാസത്തോടെ ഇരിക്കുന്നതിൻ്റെ 1-ാമത്തെ ദിവസം ഡോക്ടർമാർ പറഞ്ഞു, ഒരു മേജറായിരിക്കുന്ന സർജറിക്ക് വേണ്ടി വേഗത്തിൽ ഒരുങ്ങണം. അവൻ ലിവറിന് വലിയ ആഴത്തിലൊരു മുറിവുണ്ട്, അത് ബ്ലീഡിങ് നിൽക്കുന്നില്ല. അതുകൊണ്ട് വയറ് തുറന്ന് ആ ലിവറിന് ഒരു സർജറി ആവശ്യമാണ്, വളരെ പ്രാർത്ഥിക്കണം. ആമേൻ. ഞങ്ങളെല്ലാവരും ദൈവസന്നിധിയെ പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി. പക്ഷെ ദൈവം അത്ഭുതം ചെയ്തു. ആമേൻ. ആ സർജറി ആവശ്യമായി വന്നില്ല. ആമേൻ, സ്തോത്രം. തൻ്റെ കാലിനൊരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, ചെറുതല്ലാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. കോട്ടയം കിങ്സ് ഹോസ്പിറ്റലിൽ കാലിൻ്റെ ലിഗ്മെൻറ്റിൻ്റെ സർജറി കഴിഞ്ഞ് ദീർഘമാസങ്ങൾ 2-3 മാസം താൻ ഭവനത്തിലായിരുന്നു. ഈ അടുത്ത നാളുകളിൽ അദ്ദേഹം നടന്നു തുടങ്ങിയതേ ഉള്ളൂ. ഇന്ന് രാത്രി ആ മോനെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിർത്തിയാൽ ഞാൻ അടക്കമുള്ളവരെ നോക്കിയാ പറയുന്നത്, പലതും നോട്ടമിട്ടതാ, പക്ഷേ കൈവെള്ളയിൽ വെച്ച് നിന്നെ വിട്ടുകൊടുക്കാത്തൊരു ദൈവമുണ്ടായിരുന്നത് കൊണ്ടാ ഇന്ന് രാത്രിയിലും ഈ ടെന്റിന്റെ കീഴിൽ വന്നിരുന്ന് ദൈവത്തെ സ്തുതിക്കാൻ, കരമുയർത്താൻ കഴിഞ്ഞത്. ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുള്ളത് കൊണ്ടാണ്. അപ്പൊ ദൈവം കണ്ടു എന്ന് പറഞ്ഞു. നോക്കുക, നോട്ടമിട്ട പല പക്ഷിക്കൂട്ടങ്ങളും അവിടെ ഉണ്ടായിരുന്നെങ്കിലും അവരുടെ ചുണ്ടിനിരയായി കൊടുക്കാതെ, വിട്ടുകൊടുക്കാതെ തമ്പുരാൻ അതിനെ വളർത്തി. പിന്നെ കാണുന്ന വാക്കിങ്ങനെയാണ്, ആ നാട്ടിൽ ഈ പക്ഷിക്കൂട്ടങ്ങൾക്കൊരു കൂടും വീടും നാടും ഉണ്ടെങ്കിൽ അതിപ്പോൾ ഈ കടുക് ചെടിയാണ്. Praise the Lord. ആ നാട്ടിൽ അതിനൊരു കൂട് വയ്ക്കാൻ ഇടമുണ്ടെങ്കിൽ അത് ഈ കടുകുമണിയുടെ വൃക്ഷമാണ്. ഇന്ന് രാത്രി പറയാം, നിന്നെ കൊത്തിപ്പെറുക്കാൻ നോക്കിയവർക്ക് പോലും നീ ഒരു അനുഗ്രഹമായി ഭവിക്കട്ടെ. ഹല്ലേലൂയ. ദൈവരാജ്യത്തിനകത്ത് വന്നു വീണൊരു കടുകുമണി. ദൈവം കണ്ട ഒന്നിനെ, ഒരു മനുഷ്യൻ ഒരു കടുകുമണിയെ കണ്ടപ്പോൾ ഇത്രയും അത്ഭുതമാണെങ്കിൽ ദൈവം നിന്നെ കണ്ടാൽ എന്തോ അത്ഭുതമായിരിക്കും. ഒരാമേൻ പറഞ്ഞാട്ടെ. അപ്പൊ ദൈവം കണ്ടെന്ന് പറയുന്ന നിരവധി ഭാഗങ്ങൾ, അതിലേക്ക് ഞാൻ ഇന്ന് രാത്രി വീണ്ടും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ദൈവം കണ്ടാൽ ജീവിതത്തിൽ കണ്ടതുപോലെ ഇരിക്കത്തില്ല, കണ്ട ദൈവം ഇറങ്ങി വന്ന് ഇടപെടും എന്നുള്ളത് ഉറപ്പാ. 2-ാമത്തെ ഭാഗം ഇങ്ങനെയാണ്, അവൻ കിടക്കുന്നത് യേശു കണ്ടു, ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്ന് അറിഞ്ഞു. കണ്ടപ്പോൾ ഇത്രയും അത്ഭുതമാണെങ്കിൽ അറിഞ്ഞാൽ എന്തോ അത്ഭുതമായിരിക്കും. മോശയോടൊരിക്കൽ ദൈവം പറഞ്ഞു, മോശേ, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. അറിഞ്ഞെന്നല്ല, അടുത്തറിഞ്ഞിരിക്കുന്നു. യെരമ്യാവിനോടൊരിക്കൽ ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ അറിഞ്ഞു. എവിടെ വെച്ചാ അറിഞ്ഞത്? നീ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥനാ മുറിയിൽ ഇരുന്നപ്പോഴല്ല, നിന്റെ നാവിൽ ഞാൻ പ്രവചനത്തിൻ്റെ ദൂത് തന്നപ്പോഴുമല്ല, നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ അറിഞ്ഞ് ജാതികൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ വേർതിരിച്ചു. ഇന്ന് രാത്രി പറയട്ടെ, നമ്മെ അറിയുന്നൊരു ദൈവമുണ്ട്. കണ്ട ദൈവം കണ്ണും പൂട്ടിയിരിക്കാതെ ഉലകത്തിലേക്ക് നമ്മെ രക്ഷിക്കാൻ ഇറങ്ങി വരുമെങ്കിൽ, അറിഞ്ഞ ദൈവം തൻ്റെ പദ്ധതിക്ക് വേണ്ടി നമ്മെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇറങ്ങി വരുന്നത്. ഇന്ന് രാത്രി എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, എന്നെ രക്ഷിച്ച ദൈവം ഇന്ന് രാത്രി ഈ പന്തലിൽ യോഗത്തിന് നടുവിൽ ഇറങ്ങി വന്നിരിക്കുന്നത് ഈ ദിവസങ്ങളിൽ എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുടെ നിവർത്തീകരണം എന്നിലൂടെ സംഭവിക്കാൻ വേണ്ടിയാണെന്ന് അറിഞ്ഞോണ്ട കരമുയർത്തി പിടിച്ചൊരു ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. 3-ാമത്തെ ഭാഗം ഇങ്ങനെയാണ് എഴുതുന്നത്, അവൻ കിടക്കുന്നത് യേശു കണ്ടു, ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്ന് അറിഞ്ഞു,
നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് യേശു അവനോട് ചോദിച്ചു. മൂന്നാമത്തെ ഭാഗം, 1 കണ്ടു, 2 അറിഞ്ഞു, 3 സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം യേശു ആ വിഷയത്തിൽ ഇടപെട്ടെന്നുള്ളതാണ്. ആമേൻ. 3 വാക്കുകൾ ഇന്ന് രാത്രി നിങ്ങളുടെ ഉള്ളിലേക്ക് ഞാൻ പകർന്നു നൽകാം. യേശു കാണുന്നവനാണ്, യേശു അറിയുന്നവനാ, യേശു ഇടപെടുന്നവനാ. കണ്ടു, അറിഞ്ഞു, ഇടപെട്ടു. 3 വാക്കുകൾ കൂടെ ചേർത്ത് വെച്ചാൽ കണ്ടറിഞ്ഞ് ഇടപെടുന്നവനാണ് നമ്മുടെ കർത്താവ്. കരമുയർത്തിപ്പിടിച്ചൊരു ആമേൻ പറഞ്ഞാട്ട്. ഇവിടെ ഈ മനുഷ്യന്റെ ജീവിതത്തിൽ ഇതാ യേശു കർത്താവ് ഇറങ്ങി വരികയാണ്. 100 കണക്കിന് രോഗികൾ അവിടെ കിടക്കുന്നുണ്ടെങ്കിലും അവരെ ആരെയും യേശു സൗഖ്യമാക്കിയില്ല. ഇവനെ മാത്രം യേശു കർത്താവ് സൗഖ്യമാക്കി. അവൻ്റെ അടുക്കലോട്ട് യേശു കർത്താവ് ഇറങ്ങി വന്നു. ഈ മനുഷ്യന്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞു, ഇവൻ ഒറ്റപ്പെട്ടവനായിരുന്നു. 2 ഇവൻ ഒത്തിരി സാധ്യതകളെ മിസ്സാക്കിയവനായിരുന്നു. എന്ന് പറഞ്ഞാൽ സാഹചര്യങ്ങൾ ഇവൻ്റെ മേൽ ഇണങ്ങി വന്നതാണ്, സാധ്യതകൾ ഇവൻ്റെ മേൽ തുറന്നു വന്നതാണ്. പക്ഷേ ഒത്തിരി അവസരങ്ങളെ ഇവൻ മിസ്സാക്കി. ഒത്തിരി ചാൻസുകളെ ഇവൻ കളഞ്ഞു. ഇവൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ദൂതൻ ഇറങ്ങി വന്നിട്ടുണ്ടാകും, ഇവൻ്റെ കണ്ണിന് മുമ്പിൽ വെള്ളം കലങ്ങിയിട്ടുണ്ടാകും. ആദ്യം ഇറങ്ങാൻ വെപ്രാളപ്പെട്ട് ഇവൻ ചെല്ലുമ്പോൾ അതിൻ്റെ തൊട്ടു മുമ്പ് മറ്റാരോ ഇറങ്ങിപ്പോയി. അതുകൊണ്ട് ഇവൻ നനഞ്ഞു കയറിയതല്ലാതെ ഇവൻ്റെ ജീവിതത്തിൽ ഒരു സൗഖ്യമുണ്ടായില്ല. സെക്കൻഡിൽ ഒരംശത്തിൽ, 38 വർഷത്തിനിടയിൽ എത്രയോ 100 കണക്കിന് അവസരങ്ങൾ കയ്യെത്തും ദൂരത്ത് കണ്ണെത്തും അകലത്തുവിന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷേ ഇന്ന് രാത്രി ദൈവത്തിന് ആത്മ പറയുന്നു, അനവധി അവസരങ്ങൾ കണ്ണെത്തും ദൂരത്ത്, കയ്യെത്തും ദൂരത്ത്, ആത്മീകത്തിലും ഭൗതികത്തിലും ഒരുപോലെ നഷ്ടപ്പെട്ടിട്ട് ഇന്നും ഉയരാൻ കഴിയാതെ, ഇന്നും അനുഗ്രഹിക്കപ്പെടാൻ കഴിയാതെ, ഇന്നും പ്രാർത്ഥനയോടെ അതേ അവസ്ഥക്കകത്ത് തന്നെ തുടരുന്ന ആരെങ്കിലും ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ, ഈ രാത്രി നിനക്കൊരിക്കലും തട്ടിത്തെറിപ്പിക്കാൻ പറ്റാത്ത, നിനക്കൊരിക്കലും മാറ്റി നിർത്താൻ കഴിയാത്ത, നിനക്കൊരിക്കലും മിസ്സാവാത്ത ഒരു വലിയ വിടുതൽ ഇന്ന് രാത്രി യേശു നിനക്ക് വേണ്ടി മാത്രം കൈമാറാൻ വന്നിരിക്കുന്ന രാത്രിയാണിന്ന്. ഈ രാത്രി അത് പ്രാപിക്കാൻ കൊതിയുള്ളവരുണ്ടെങ്കിൽ അക്കരം ഉയർത്തിപ്പിടിച്ചോണ്ട് കർത്താവിനെ ഒന്ന് സ്തുതിച്ചോണ്ട് പറഞ്ഞ്, ഈ രാത്രി എൻ്റെ വിടുതലിൻ്റെ രാത്രിയാണ്. ഹല്ലേലൂയ. ഈ കുളത്തിൻ്റെ പുറത്ത്, കരുണയുടെ കുളമെന്നാണ് ആ കുളത്തിൻ്റെ അർത്ഥം. ബെഥസ്ത എന്ന വാക്കിൻ്റെ അർത്ഥം കരുണയുടെ കുളമെന്നാണ്. പക്ഷേ ഇതിൻ്റെ പുറത്ത് ഒത്തിരി രോഗികൾ സൗഖ്യമാകുന്ന കാലഘട്ടം. ഒരുപാട് പേർ വിടുവിക്കപ്പെടുന്നുണ്ട്. കുരുടന്മാർ സൗഖ്യമാകുന്നു, ഭൂതങ്ങൾ പുറത്തു പോകുന്നു, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ തൊട്ടും തൊടാതെയുമൊക്കെ സൗഖ്യമാകുന്നു. പക്ഷേ ഇതൊന്നും അറിയാത്ത 100 കണക്കിന് പേര് ഈ കുളത്തിൻ്റെ കരയിൽ ഇന്നും കിടക്കുകയാണ്. ദൂതൻ വരുന്നതും നോക്കിയാണ് കിടക്കുന്നത്. ഇന്ന് രാത്രി ഒരു കാര്യം പറയാം, പ്രതീക്ഷിക്കുന്ന ദൂതൻ വന്നിറങ്ങും, കുളത്തിലെ വെള്ളം കലക്കും, ആദ്യം ഇറങ്ങുമ്പോൾ സൗഖ്യമാകും എന്ന വ്യവസ്ഥ ഒരു പാരമ്പര്യം പോലെ നാളുകളായി അനുവർത്തിച്ചു വരുന്നത് ഇന്നും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ അതിലൂടെ ഒരു മാറ്റമുണ്ടാകാൻ കൊതിച്ചു കാത്തുകെട്ടിക്കിടക്കുക ഒരു ജനം. എന്നാൽ ആമേൻ സ്തോത്രം, ദൈവത്തിന് ഒരു വ്യവസ്ഥ. ആട്ടിൻവാതിൽക്കൽ ദൈവം തുറക്കുകയാണ്. നീ പ്രതീക്ഷിക്കുന്നത് പോലെയോ നീ കണ്ടതുപോലെയോ നാളുകളായി നീ പ്രതീക്ഷിക്കുന്നത് പോലെയോ അല്ല ഇനി ദൈവത്തിന്റെ പ്രവൃത്തി തുറക്കാൻ പോകുന്നത്. പ്രത്യുത ദൈവത്തിന്റെ പ്രവൃത്തി നിനക്ക് വേണ്ടി നേരിട്ട് ദൈവം ഇറങ്ങി വരികാൻ പോകുകയാണ്. ഏതെങ്കിലും ഒരു ദൂതൻ നിമിത്തമോ, ഏതെങ്കിലും ഒരു വ്യക്തി നിമിത്തമോ, ആരെങ്കിലും പ്രാർത്ഥിച്ചത് നിമിത്തമോ, ആരെങ്കിലും സഹായിച്ചത് നിമിത്തമോ അല്ല നിന്റെ രക്ഷ സാധ്യമാകുന്നത്. യേശു നിനക്ക് വേണ്ടി ഭൂമിയിൽ ഇറങ്ങി വന്നതുകൊണ്ട് നിനക്കും ഇന്ന് രാത്രി രക്ഷ സാധ്യമായി. അനേകം ആട്ടിൻകുട്ടികളെ, ആട്ടിൻപറ്റങ്ങളെ ആലയത്തിനകത്തേക്ക് അറുക്കപ്പെടാനുള്ള യാഗത്തിൻ്റെ മൃഗത്തെ ഒത്തിരി അകത്തേക്ക് കൊണ്ടുപോയ ഈ ആട്ടിൻവാതിലിലൂടെ ഇതാ ഈ ദൈവത്തിൻ്റെ പുത്രനാകുന്ന ക്രിസ്തു ലോകത്തിൻ്റെ സ്ഥാപനത്തിന് മുമ്പേ പിതാവാകുന്ന ദൈവം മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി വേർതിരിച്ചു നിർത്തിയ കുഞ്ഞാടാകുന്ന കർത്താവ് ഇപ്പോൾ യഥാർത്ഥത്തിലുള്ള യാഗമൃഗം, യഥാർത്ഥത്തിലുള്ള അർപ്പിക്കപ്പെടാനുള്ള ആട് ഈ ആട്ടിൻവാതിലിലൂടെ അകത്തു വന്ന് നിൽക്കുകയാണ്. ഇന്ന് രാത്രി ഓർക്കണം പ്രിയപ്പെട്ടവരെ, ആയിരക്കണക്കിന് ആടുകൾ അകത്തുകൂടെ പോയി ആലയത്തിനകത്ത് എന്ന് യാഗമായി എടുത്ത് ഇപ്പോൾ യഥാർത്ഥ
യാഗരമൃഗമായ ദൈവപുത്രനാകുന്ന യേശുക്രിസ്തു അവന്റെ മുമ്പിൽ വന്നു നിൽക്കുമ്പോഴും തിരിച്ചറിയാൻ കഴിയാതെ അവൻ പരാതികൾ നിരത്തുന്നത് പോലെ ഇന്ന് രാത്രിയിൽ ശബ്ദം കേൾക്കുമ്പോഴും യേശു ഈ ഭൂമിയിൽ വന്നു, യേശു മരിച്ചു, യേശു അടക്കപ്പെട്ടു, യേശു ഉയർത്തെഴുന്നേറ്റു, യേശു നിത്യജീവൻ നൽകുവാൻ നമുക്ക് പകരമായി യാഗമായി തീർന്നു. എന്നിട്ടും അതറിയാൻ അനുഭവിക്കുവാൻ കഴിയാതെ മറ്റെന്തൊക്കെയോ പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റെവിടെ നിന്നൊക്കെയോ വിടുതലുണ്ടാകുമെന്ന് കരുതിക്കൊണ്ട് ഇന്ന് രാത്രിയിലും ജീവിക്കുന്നവരുണ്ട്. അവരോട് ഇന്ന് രാത്രി ഞങ്ങൾക്ക് പറയാനുള്ള സന്ദേശം, യേശുക്രിസ്തുവിലൂടെ അല്ലാതെ മറ്റൊരു വരിലൂടെ രക്ഷയില്ല. ഞാൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ലേ ഇല്ല. ചേർന്ന ജനം കരമുയർത്തി ആമേൻ എന്ന് പറയുക. ഹല്ലേലൂയ. ഈ മനുഷ്യനോട് കർത്താവ് ചോദിച്ചു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? അവൻ പറഞ്ഞു, ഞാൻ ആദ്യം ചെല്ലാൻ ആഗ്രഹിച്ചതാ, പക്ഷേ ഒരു തരത്തിലും എനിക്ക് ആദ്യം ചെല്ലാൻ കഴിയുന്നില്ല. എനിക്ക് മുമ്പനായി ഇറങ്ങാൻ കഴിയാത്തത് കൊണ്ട് എനിക്ക് വിടുതലുണ്ടാകുന്നു. എന്നെ സഹായിക്കാൻ എനിക്ക് ആരുമില്ല. കർത്താവ് പറഞ്ഞു, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്ക. 38 വർഷം അവനെ ചുമന്നവനെ 38ാം കൊല്ലം അവൻ തിരിച്ചു ചുമന്നെങ്കിൽ ഇതുവരെ നിന്നെ ചുമന്നതിനെ തിരിച്ചു ചുമക്കാൻ ദൈവം നിനക്ക് കൃപ തരാൻ വകയാ. Glory to God. നീ ഒരു ബാധ്യതയാണെന്നും നീ ഒരു തരത്തിലും അവൻ തിരിച്ച് സഹായിക്കത്തില്ലെന്നും എന്നും നിന്നെ ഞാൻ ചുമക്കേണ്ടി വരുമെന്നും പറഞ്ഞു നിന്ന കിടക്കയെ 38ാം കൊല്ലം അവൻ തിരിച്ചു ചുമന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ ഇതുവരെ ചുമന്ന ചിലതിനെ, ഇതുവരെ സഹായിച്ച ചിലരെ തിരിച്ചു ചുമക്കാൻ ദൈവം നിന്നെ പ്രാപ്തി നൽകുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. അറിയുന്നവരാ കരമുയർത്തി ആമേൻ പറഞ്ഞാട്ട്. സ്തോത്രം. യേശുവിനോട് പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കും. ക്ഷണത്തിൽ അവൻ കിടക്കയെടുത്തു നടന്നു. അവൻ കിടക്കയെടുത്ത് നടന്നു. പിന്നീടുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ അവൻ ദൈവാലയത്തിനകത്തോട്ട് കടന്നു. അവനോട് ചിലർ പരീശന്മാർ ചോദിച്ചു, ഇന്ന് ശബത്തായിരിക്കെ കിടക്കയെടുത്ത് നടക്കുന്നത് നന്നല്ല. സ്തോത്രം. നിന്നോട് ഇതാരാ പറഞ്ഞേ? അവൻ പറഞ്ഞു, എന്നോട് സൗഖ്യമാകാൻ പറഞ്ഞവൻ കിടക്കയെടുത്ത് നടക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു. സമൂഹവും സമുദായവും ഒരുപോലെ പറയുന്നു, ഇത് ചെയ്യരുത്, ചെയ്യരുത്, ഇന്ന് കിടക്ക എടുക്കരുത്. പക്ഷെ അവൻ പറഞ്ഞു, ധൈര്യത്തോടെ പറഞ്ഞു, എന്നോട് സൗഖ്യമാകാൻ കൽപ്പിച്ചവൻ പറഞ്ഞു എന്നോട് കിടക്കയെടുക്കാൻ. ചില മേഖലകളെ ഭയപ്പെട്ടുകൊണ്ട് യേശുവിനെ അനുസരിക്കാൻ കഴിയാതിരിക്കുന്ന ചിലരോട് ഇന്ന് രാത്രി ഞാൻ പറയാം, മാനുഷിക ഭയം ഒരു കെണിയാണ്. മനുഷ്യനെ ഭയപ്പെടുന്നതിനേക്കാൾ ദൈവത്തെ ഭയപ്പെടുന്നതാണ് യോഗ്യം. ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് കർത്താവ് പറഞ്ഞ വാക്കനുസരിച്ചുകൊണ്ട് ഇനിയുള്ള ജീവിതത്തിൽ ചുവടുവെക്കാൻ സമർപ്പിക്കുമെങ്കിൽ ജീവിതം ധന്യമായി മാറും. പക്ഷേ അവൻ ആലയത്തിൽ കടന്നു. യേശു അവനെ ആലയത്തിൽ വെച്ച് കണ്ടു. നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു. നോക്കൂ, അവൻ്റെ ജീവിതത്തിൽ 38 വർഷം അവനെ തകർച്ചയിലേക്ക് തള്ളിവിട്ട വിഷയത്തിലേക്ക് യേശു വിരൽ ചൂണ്ടുകയാണ്. ഏതെങ്കിലും ശാപമെന്നല്ല പറയുന്നത്, ഏതെങ്കിലും ആൾ ചെയ്ത പാപത്തിൻ്റെ പരിണിത ഫലമെന്നല്ല പറയുന്നത്. അവനോട് പറയുന്നു, ഇനി നീ പാപം ചെയ്യരുത്. അവൻ്റെ ജീവിതത്തിൽ വന്നു ഭവിച്ചതിന് പിന്നിൽ അണിനിരുന്ന വിഷയത്തിൻ്റെ ആകത്തുകയുടെ പേര് പാപം. പാപത്തിന് 3 ഭാവങ്ങളുണ്ട്. പാപത്തിൻ്റെ 3 ഭാഗങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. 1, പാപത്തിൻ്റെ ശിക്ഷ. 2, പാപത്തിൻ്റെ കുറ്റബോധം. 3, പാപത്തിൻ്റെ പ്രലോഭന ശക്തി. സ്തോത്രം. പാപത്തിൻ്റെ ശിക്ഷ. വചനം പറയുന്നു, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, നിത്യമരണം, നിത്യനരകം. പക്ഷേ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ പിതാവാകുന്ന ദൈവം സകല മനുഷ്യൻ്റെയും പാപം യേശുക്രിസ്തുവിന്മേൽ ചുമത്തി അവനെ നമുക്ക് പകരമായി മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ട് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ പാപത്തിന് വിടുതൽ പ്രാപിക്കാം. പാപത്തിൻ്റെ പരിണിത ഫലമായി ലഭിക്കാൻ പോകുന്ന വലിയ ശിക്ഷയിൽ നിന്നും നമുക്ക് വിടുതൽ പ്രാപിക്കാനുള്ള അവസരമുണ്ടായി. ഇന്ന് രാത്രി അനുഭവം പ്രാപിച്ചവർക്ക് ആ ദൈവത്തെ സ്തുതിക്കുന്നു. പാപത്തിൻ്റെ വലിയ ശിക്ഷയായിരിക്കുന്ന നിത്യമരണമഥവാ നിത്യനരകത്തിൽ നിന്ന്
രക്ഷപ്പെടുവാൻ ഇതുവരെ കഴിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ യേശു ക്രിസ്തു എന്ന ഏകരക്ഷാമാർഗത്തിലൂടെ യേശുവിനെ രക്ഷകനും കർത്താവുമായി ഹൃദയത്തിൽ അംഗീകരിച്ചു വിശ്വസിച്ച് ഈ രാത്രി പാപമോചനം പ്രാപിച്ചാൽ പാപത്തിന്റെ ശിക്ഷയിൽ നിന്നും വിടുതൽ പ്രാപിക്കും. കരമുയർത്തി ജനമൊരു ആമേൻ പറഞ്ഞാട്ടെ. അടുത്തത് പാപത്തിന്റെ കുറ്റബോധമാണ്. പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന പിശാച് പാപം ചെയ്യിപ്പിച്ച് കഴിയുമ്പോൾ പിന്നെ അടുത്തത് അകത്ത് വർക്ക് ചെയ്യുന്നത് കുറ്റബോധമാണ്. നീ പാപിയാണ്, നീ അഭക്തനാണ്, നീ ദൈവത്തോട് അകന്നവനാണ്, നിനക്ക് ദൈവത്തോട് അടുക്കാൻ കഴിയില്ല എന്നിത്യാദി വാക്കുകൾ പറഞ്ഞ് നിന്നെ കുറ്റബോധത്തിനകത്ത് ദൈവത്തിൽ നിന്ന് അകറ്റി മാറ്റി കെട്ടിയിടുമ്പോൾ ഇന്ന് രാത്രി പറയട്ടെ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വിശ്വാസത്താൽ ദൈവം നിന്നെ നീതീകരിക്കുകയാണ്. ദൈവം നിന്നെ നീതീകരിക്കുകയാണ്. നിന്റെ ഹൃദയത്തെ യേശുവിന്റെ രക്തത്താൽ കഴുകി വെടിപ്പാക്കി ശുദ്ധീകരിച്ച് നിന്നെ നിഷ്കളങ്കയായ, കറയില്ലാത്ത, ചുളുക്കമില്ലാത്ത, വാട്ടമില്ലാത്ത ദൈവത്തിന്റെ മണവാട്ടിയായി, കർത്താവിന്റെ മണവാട്ടിയായി നിന്നെ നിർത്തുമ്പോൾ പാപത്തിന്റെ കുറ്റബോധത്തിന്റെ അകത്തുനിന്ന് നിന്റെ ജീവിതം വിമോചനം പ്രാപിക്കുകയാണ്, വിടുതൽ പ്രാപിക്കുകയാണ്. മൂന്നാമത്തെ അനുഭവം പാപത്തിന്റെ പ്രലോഭന ശക്തിയാണ്. പാപത്തിന്റെ പ്രലോഭന ശക്തി ആമേൻ എന്നും നിന്റെ ശരീരത്തിനകത്തിരുന്നു കൊണ്ട് നിന്നെ പാപം ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ചെയ്തോ, ഒരു കുഴപ്പമില്ല, അല്പമല്ല ചെയ്തുള്ളൂ, സാരമില്ല, എന്തായാലും അല്പം ചെയ്തു പോയില്ലേ, ഇനി ബാക്കി കൂടെ ചെയ്താൽ എന്താ, ഇന്നുകൊണ്ട് നിർത്തണ്ട, ഇനി ഈ ദിവസങ്ങൾ കൂടെ പോകട്ടെ, ഇന്ന് ശനിയാഴ്ചയല്ലേ ആയുള്ളൂ, നാളെ ആകുമ്പോൾ ശരിയായിക്കൊള്ളും, ചർച്ചയിൽ പോകുമ്പോൾ ശരിയായാൽ മതി, ഒന്നേറ്റു പറഞ്ഞാൽ ഉപേക്ഷിച്ചാൽ മതി എന്നൊക്കെ ഹൃദയത്തെ മന്ത്രിച്ച് പ്രലോഭിപ്പിച്ച് പാപം ചെയ്യിക്കുന്ന ശക്തി ഇതിനകത്തുനിന്ന് എങ്ങനെ വിടുവിക്കുവാൻ കഴിയും? വചനം പറയുന്നു, ദൈവത്തിൻ്റെ വചനത്താൽ വിടുതൽ പ്രാപിക്കാൻ കഴിയും. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. പാപത്തിൻ്റെ പ്രലോഭന ശക്തിയിൽ നിന്നും, പാപത്തിൻ്റെ കുറ്റബോധത്തിൽ നിന്നും, പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നും വിടുതൽ പ്രാപിക്കാൻ കഴിയുന്ന ഒരേ ഒരു മാർഗം നസ്രയനായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക എന്നത് മാത്രമാണ്. തീർന്നില്ല, അതുകൊണ്ട് തീർന്നോ? പാപത്തിന് രക്ഷയിൽ നിന്ന് വിടുതൽ പ്രാപിച്ചാൽ നിത്യതയിൽ ജീവൻ ഉറപ്പായും സ്വർഗത്തിൽ ദൈവം വിഭാവനം ചെയ്യുന്നു. ഇവിടെ ഇതാ ഈ മനുഷ്യൻ യേശു കർത്താവ് അവനെ കണ്ടിട്ട് അവനോട് സംസാരിക്കുമ്പോൾ അവൻ പറയുന്ന വാക്ക് യേശു ആമേൻ കേട്ടു. യേശുവിനോട് അവൻ പറയുകയാണ്, ആമേൻ സ്തോത്രം, ആമേൻ ഇവനാണ് ഈ യേശുവിനെ കുറിച്ച് പുരോഹിതന്മാരോട്, ആമേൻ യേശുവിനെ കുറിച്ച് പരീശന്മാരോട് പറയുകയാണ്, ഇവനാണ് എന്നെ സൗഖ്യമാക്കിയത്. 38 വർഷമായി ഞാൻ കിടന്ന കിടക്കകത്തുനിന്ന് ഇവനാണ് എന്നെ വിടുവിച്ചത്. പക്ഷേ വചനം പറയുന്നു, ആ വാക്ക് യേശുവിന് ഉപദ്രവ കാരണമായി തീർന്നു. അന്നു മുതൽ യഹൂദന്മാർ യേശുവിനെ ഉപദ്രവിക്കാൻ തുടങ്ങി. ഞാൻ ഇന്ന് രാത്രി പറയാൻ പോകുന്ന അവസാനത്തെ വാക്ക്, യേശുവിനെ അറിഞ്ഞെങ്കിലും, യേശു നിമിത്തം വിടുവിക്കപ്പെട്ടെങ്കിലും, യേശു ഇടപെട്ടെങ്കിലും യേശുവിന് ഉപകാരമായി മാറാത്ത ഒരുത്തനായിരുന്നു 38 വർഷമായി കുളക്കരയിൽ കിടന്ന മനുഷ്യൻ. യേശു ജീവിതത്തിൽ ഇടപെട്ടു, പക്ഷേ അവൻ്റെ ജീവിതം യേശുവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടതായി പറയുന്നില്ല. പകരം യേശുവിന് അവൻ ഉപദ്രവമായി മാറി. അന്നു മുതൽ യേശുവിനെ യഹൂദന്മാർ ഉപദ്രവിച്ചു തുടങ്ങി എന്ന് ദൈവവചനം എഴുതുന്നു. എന്നാൽ യേശു ജീവിതത്തിലോട്ട് വന്നു കയറിയിട്ട് യേശുവിന് ഉപകാരമായ ചിലരുണ്ട്. നമ്മൾ ചിന്തിച്ചതുപോലെ ശീമോൻ പത്രോസ് യേശു ജീവിതത്തിലോട്ട് വന്നു, യേശുവിന് വേണ്ടി ജീവിതം വിട്ടുകൊടുത്തു. മഗ്ദലക്കാരത്തി മറിയ ജീവിതത്തിൽ തകർന്നവളായിരുന്നു, തരിപ്പണമായവളായിരുന്നു, പാപത്തിന്റെ അടിത്തട്ടി കിടന്നവളായിരുന്നു, ജീവിക്കാൻ നിവർത്തിയില്ലാത്തവളായിരുന്നു, ഭൂതം ബാധിച്ചവളായിരുന്നു, ലോകം ഒറ്റപ്പെടുത്തിയവളായിരുന്നു. പക്ഷേ യേശു ജീവിതത്തിലോട്ട് വന്നപ്പോൾ യേശുവിന് അവൾ പ്രയോജനമായി തീർന്നു. പിന്നെയുള്ള ജീവിതം മുഴുവൻ യേശുവിൻ്റെ പാതാരബിന്ദങ്ങളിൽ അവൾ സമർപ്പിച്ചു. തൻ്റെ സ്വന്തം വസ്തുവകകൾ കൊണ്ടുപോലും യേശുവിനെ ശുശ്രൂഷ ചെയ്യാൻ അവൾ തയ്യാറായി മാറി. യേശു ജീവിതത്തിൽ ഇടപെട്ടപ്പോൾ യേശുവിന് പ്രയോജനമായത് ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് ശൗൽ എന്നൊരുവൻ പൗലോസായി മാറി രൂപാന്തരപ്പെട്ടപ്പോൾ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ശൗല് ദൈവസഭയുടെ പ്രധാന പ്രസംഗിയായി മാറി. അനേകർക്ക്, അനേക രാജ്യങ്ങളിൽ, അനേക ജനതകളിൽ യേശുവിൻ്റെ രാജ്യത്തെ പ്രസംഗിക്കാൻ, യേശുവിൻ്റെ സുവിശേഷത്തെ പ്രസംഗിക്കാൻ യേശുവിന് ഉപകാരമുള്ളവനായി മാറി. ഇന്ന് രാത്രി ഞാനിവിടെ വിളിച്ചു പറയുന്നു, പ്രിയപ്പെട്ടവരെ, യേശു ജീവിതത്തിൽ ഇടപെട്ടിട്ടും യേശുവിന് ഉപകാരമാകാൻ കഴിയാത്തവരുള്ളപ്പോൾ, യേശു ജീവിതത്തിൽ ഇടപെട്ടിട്ട് യേശുവിന് പ്രയോജനമാകാൻ ഒരു മറിയയ്ക്ക് കഴിഞ്ഞതുപോലെ, ഒരു പത്രോസിന് കഴിഞ്ഞതുപോലെ, ഒരു പൗലോസിന് കഴിഞ്ഞതുപോലെ, മറ്റു ചിലർക്ക് കഴിഞ്ഞതുപോലെ ഇന്ന് രാത്രി
നമ്മുടെ ജീവിതം ഒന്ന് ദൈവസന്നിധിയെ സമർപ്പിക്കുമോ? യേശുവിൻ്റെ ജീവിതത്തിൽ വന്നു, യേശുവിൻ്റെ ജീവിതത്തെ മാറ്റി, യേശുവിൻ്റെ അവസ്ഥയെ മാറ്റി. യേശു എനിക്ക് സൗഖ്യം തന്നു, യേശു എനിക്ക് നിത്യജീവൻ തന്നു. ഇനിയുള്ള കാലം ഞാൻ യേശുവിന് ഉപദ്രവമാകുകയല്ല. ഒരു ശൗൽ ഒരു കാലഘട്ടം മുഴുവൻ യേശുവിന് ഉപദ്രവമായിരുന്നു. യേശു ചോദിച്ചു, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത്? അവൻ യേശുവിന് ഉപദ്രവമായിരുന്നൊരു കാലഘട്ടമുണ്ട്. പക്ഷേ അതിൽ നിന്ന് ദൈവം അവനെ തിരിച്ചു. യേശുവിന് അവൻ പ്രയോജനമായി മാറി. ഭൂഖണ്ഡങ്ങളിൽ, രാജ്യങ്ങളിൽ യേശുവിൻ്റെ നാമത്തെ വിളിച്ചു പറയാൻ, യേശുവിനെ പ്രസംഗിക്കാൻ, ആയിരക്കണക്കിന് ആളുകളെ സ്നാനപ്പെടുത്താൻ, ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം വഹിക്കാൻ ദൈവം അവനെ തിരഞ്ഞെടുത്തൊരു പാത്രമായി മാറിയെങ്കിൽ, ഇന്ന് രാത്രി സുവിശേഷത്തിൻ്റെ ശബ്ദം കേൾക്കുന്നവർ യേശു ഇടപെട്ടിട്ട് യേശുവിന് ഉപദ്രവമായി മാറാതെ, യേശുവിന് വേണ്ടതുപോലെ പ്രയോജനമായി മാറിപ്പോകാത്ത നിലയിൽ ജീവിച്ച്, തകർന്നതുപോലെ ജീവിക്കാതെ യേശുവിന് പ്രയോജനമായി ജീവിക്കാൻ ഒരു നിമിഷം ആ കണ്ണുകൾ നടച്ച് ദയവായി ദൈവത്തിൻ്റെ സന്നിധിയിൽ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. ഇന്ന് രാത്രി ഈ സന്ദേശത്തിന് മുമ്പിൽ ഒന്ന് സമർപ്പിക്കാൻ കഴിയുമെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. ഇന്ന് രാത്രി ചിലരെ കർത്താവ് ഇവിടെ സൗഖ്യമാക്കാൻ പോകുകയാണ്. ഈ രാത്രിയിൽ ഞാൻ പ്രസംഗിച്ചു തുടങ്ങിയ ദൈവത്തിൻ്റെ വചനം ഒരു മനുഷ്യന് ദൈവം കൊടുത്ത സൗഖ്യമാണെങ്കിൽ ഒറ്റ പദം കൊണ്ട് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഈ രാത്രിയിൽ യേശുവേ, എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് അങ്ങാണ്, എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ കഴിയുന്നത് അങ്ങേക്കാണ്. ഇന്ന് രാത്രി അങ്ങയുടെ സ്പർശനമാണ് എൻ്റെ ജീവിതത്തെ മാറ്റിയത്. ഞാൻ യേശുവിന് ഉപദ്രവമായി മാറത്തില്ല, ഞാൻ യേശുവിന് പ്രയോജനമായി മാറും എന്നുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച്, എൻ്റെ ജീവിതം ഞാൻ യേശുവിന് വിട്ടു തരുന്നു, എൻ്റെ കർത്താവിന് ഞാൻ എന്നെ ഏൽപ്പിച്ചു തരുന്നു. ഇന്ന് രാത്രി അങ്ങനെ പറയാൻ കഴിയുന്നവർ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച്, യേശുവേ, ഇന്ന് രാത്രി കരം ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ, യേശുവിൻ്റെ ജീവിതത്തിൽ, യേശു അവരുടെ ജീവിതത്തിൽ ഇടപെട്ട് കർത്താവിൻ്റെ നാമത്തിന് മഹത്വമായി ജീവിക്കാൻ ദൈവം അവരെ പ്രയോജനപ്പെടുത്തണമേ. ദൈവശക്തിയുടെ മഹത്വം അവരുടെ മേൽ ഇന്ന് രാത്രി വെളിപ്പെടുത്തണമേ. കർത്താവ്, ഈ പ്രാർത്ഥനകളുടെയും ഈ സുവിശേഷ യോഗങ്ങളുടെയും അവസാനത്തെ രാത്രിയിൽ ഈ ദൈവജനത്തിനു മേൽ ദൈവത്തിൻ്റെ മഹത്വമുള്ള കരം ഇപ്പോൾ ചലിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ അവർ ദൈവത്താൽ പ്രയോജനപ്പെടട്ടെ. ഇന്ന് രാത്രി എനിക്കൊരു രോഗമുണ്ട്. ഇന്ന് രാത്രി കേട്ടതുപോലെ യേശു സൗഖ്യമാക്കുന്ന കർത്താവാണ്. എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്നുള്ളവർ ദയവായി നിങ്ങളുടെ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. നിങ്ങളുടെ രോഗമുള്ള ഭാഗത്തൊന്ന് കരം വെച്ചാട്ടെ. യേശു നമുക്ക് വേണ്ടി മരിച്ചു, ഈ ഭൂമിയിലേക്ക് വന്നു, നമുക്ക് പകരമായി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. യേശു ക്രിസ്തുവിൻ്റെ നാമം നിമിത്തം പാപമോചനവും നിത്യജീവനുമുണ്ട്. അവൻ്റെ അടിപ്പിടലുകളാൽ നമുക്ക് സൗഖ്യം തന്നിരിക്കും. ഇന്ന് രാത്രി എനിക്കൊരു രോഗമുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ളവരെ കരം ഉയർത്തിപ്പിടിച്ചാട്ടെ. നിങ്ങളുടെ രോഗമുള്ള ഭാഗത്ത് നിങ്ങൾ കരം വെച്ചാട്ടെ. യേശു ഇന്ന് രാത്രി നിങ്ങളെ സൗഖ്യമാക്കുക. യേശുവിൻ്റെ നാമം പാപമോചനത്തിനും നിത്യജീവനും ഉള്ള നാമം എന്നതുപോലെ തന്നെ യേശുവിൻ്റെ നാമം നിമിത്തം ഈ രാത്രി സൗഖ്യം അവകാശമാണ്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്ന് രാത്രിയിലും ദേശത്തിന് നടുവിൽ ഈ ശബ്ദ സീമയ്ക്കുള്ളിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നുകൊണ്ട് യേശുവേ എന്ന് വിളിച്ചാൽ ആ നിമിഷം ഇന്ന് രാത്രി സൗഖ്യത്തിനുള്ള അടിപ്പിടുന്ന ശക്തി ഇന്ന് രാത്രി നിങ്ങളുടെ ശിരസിലേക്ക്, ഉയർത്തപ്പെട്ട കരത്തിലേക്ക് ഇന്ന് രാത്രി വന്ന് തൊടും. വിശ്വസിക്കുന്നവർ ആ കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. പിതാവേ, ഇന്ന് രാത്രി രോഗസൗഖ്യം ആഗ്രഹിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ജനമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ വിടുതലുകൾ സംഭവിക്കട്ടെ. എല്ലാ തരത്തിലുള്ള ചെസ്റ്റ് പെയിനുകളും യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി മാറിപ്പോകട്ടെ. എല്ലാ തരത്തിലുള്ള ഉദരത്തിനകത്ത് ഭാരങ്ങളും എല്ലാ തരത്തിലുള്ള രോഗങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു. രോഗശക്തികളോട് വിട്ടുമാറുവാൻ കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ നാളുകളായി അനുഭവിക്കുന്ന ചില തലവേദനകൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. മരുന്ന് കഴിച്ചിട്ടും ഉറക്കമില്ലാത്ത അവസ്ഥയിൽ ബാലൻസ് തെറ്റുന്നത് പോലെ തോന്നുന്ന ചില അനുഭവങ്ങൾ, അവൻ തലകറങ്ങുന്നത് പോലെ അനുഭവിക്കുന്ന അനുഭവങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി മാറിപ്പോകട്ടെ. സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുവിക്കുന്ന, രക്ഷിക്കുന്ന യേശുവിന്റെ കരം ഇന്ന് രാത്രി തൊടുക. ജനത്തെ സ്വതന്ത്രമാക്കി പ്രാർത്ഥിക്കുന്നു. പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന്, ലോകത്തിൻ്റെ ശക്തികളിൽ നിന്ന്, നിന്ദകളുടെ അനുഭവങ്ങൾക്കകത്തു നിന്ന്, എല്ലാ തരത്തിലുള്ള ഡിപ്രഷനുകൾക്കകത്തു നിന്ന് യേശുവിൻ്റെ നാമത്തിൽ ദേശത്തെ ജനത്തെ സ്വതന്ത്രമാക്കുന്നു. എല്ലാ മരണത്തിൻ്റെ വ്യാപാരങ്ങളും, എല്ലാ സൂയിസൈഡിൻ്റെ സ്പിരിറ്റുകളും യേശുവിൻ്റെ നാമത്തിൽ ദേശത്തു നിന്ന് മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അശുദ്ധ ശക്തികൾ ദേശത്തു നിന്ന് മാറിപ്പോകട്ടെ. ദൈവത്തിൻ്റെ കൃപ ധരിക്കട്ടെ. കർത്താവേ, സൗഖ്യം ആക്കിയതിന് നന്ദി, വിടുവിച്ചതിന് നന്ദി.
യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കരമടിച്ചു ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രി എൻ്റെ സമയം ഇവിടെ തിരികാണ്. ഒന്നുകൂടെ ഞാൻ ഓർപ്പിക്കാം, യേശു ജീവിതത്തിൽ ഇറങ്ങി വന്നിട്ട് യേശുവിന് ഉപദ്രവമാകാതെ യേശുവിന് ഉപകാരമായി ജീവിക്കാൻ ഈ അവസാന രാത്രി ഏൽപ്പിച്ചു കൊടുക്കുക. അടുത്ത ആണ്ടിൽ കർത്താവ് വരാൻ താമസിച്ചാൽ, ഇങ്ങനെ ഈ ടെൻറ്റിൽ വന്നു ചേർന്നാൽ, ഇവിടെ ഒരു സാധാരണ വിശ്വാസി എന്ന അളവിൽ വരുന്നതിനപ്പുറം ഒരു കർത്താവിൻ്റെ വേലക്കാരനായി നിൽക്കാൻ, കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി പട്ടണങ്ങളിലേക്ക്, രാജ്യങ്ങളിലേക്ക്, തെരുക്കോണുകളിലേക്ക് ഓടാൻ ദൈവം നിങ്ങളെ രൂപമാറ്റം വരുത്തട്ടെ. ഒരു ഭൂതഗ്രസ്തൻ ജീവിതത്തിൽ രൂപമാറ്റം വന്ന് 10 പട്ടണങ്ങളിൽ യേശുവിനെ പ്രസംഗിച്ചതുപോലെ യേശു ജീവിതത്തിൽ, തകർന്ന ജീവിതത്തിൽ ഇടപെട്ടിട്ട് ജീവിതത്തിൽ രൂപമാറ്റം വരുത്തി ദൈവത്താൽ പ്രയോജനപ്പെടുത്തിയതുപോലെ ഉപയോഗിക്കപ്പെടാൻ ഇന്ന് രാത്രി സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കരമുയർത്തി ചേർന്ന് ആമേൻ പറഞ്ഞാട്ടെ.